ടെറിട്ടറികളാക്കി. അതിൽ ഒരു യൂണിയൻ ടെറിട്ടറിയിൽ പിന്നെ ഇനി മേലാൽ ഒരിക്കലും അത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലുമില്ല. നമ്മുടെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ഒരു സ്ഥലം അത് പിന്നീട് ഒരു ഡൽഹി പോലെ ഒരു അർദ്ധ സംസ്ഥാനത്തിന്റെ പദവിയിലേക്കും അവിടെ നിന്ന് പൂർണ്ണ സംസ്ഥാന പദവിയിലേക്കും എല്ലാം വരുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാലത്താണ് ജനങ്ങളുടെ തന്നെ ഇത്തരത്തിലുള്ള അവകാശത്തെ രാഷ്ട്രീയാധികാരത്തെ തന്നെ ഇന്ത്യ ഗവൺമെന്റ് വെട്ടിയില്ലാതാക്കുന്നത്. ഞാനത് ബോധപൂർവ്വം കേന്ദ്ര ഗവൺമെന്റിന് പറയാത്തതാണ്. നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരെന്നൊക്കെ പറയുമ്പോഴും ഞാൻ ഇന്ത്യ ഗവൺമെന്റിന് ഒരു യൂണിയൻ ഗവൺമെന്റായി സംസ്ഥാന ഗവൺമെന്റുകളെ പ്രത്യേക ഗവൺമെന്റുകളുമായി കാണുന്നത് രണ്ടും ഡിഫറൻറ്റ് എൻറ്റിറ്റിയാണ്. ഇവിടെ സംസ്ഥാനങ്ങളില്ലാതെ ഒരു യൂണിയൻ ഗവൺമെന്റ് ഇല്ല. എല്ലാ അധികാരങ്ങളും തങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നുള്ള മിഥ്യാധാരണയിലാണ് ഇന്ത്യ ഗവൺമെന്റ് പെരുമാറുന്നത്. ഏറ്റവും കൂടുതൽ പാർലമെന്റിനെ തന്നെ ദുരുപയോഗപ്പെടുന്നത് അങ്ങനെയാണ്. കാർഷിക ബില്ലുകൾ അത് പാസ്സാക്കി എടുക്കുന്നതിന് വേണ്ടി നടത്തിയ വലിയൊരു ആക്രാന്തം നമുക്കറിയാം. മാസങ്ങളെ ഒരു വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ളൊരു കാര്യം എന്നത് ഓർഡിനൻസായി നേരത്തെ കൊണ്ടുവന്നതാണ്. ആ ഓർഡിനൻസിനെയാണ് പാസ്സാക്കിയെടുക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഈ ലോക്സഭയിൽ രാജ്യസഭയിൽ ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ അങ്ങനെ നവാടെ പ്രവർത്തിക്കുന്ന വേളയിൽ ലോക്സഭയിൽ പാസ്സാക്കിയെടുത്തത് പിന്നീട് രാജ്യസഭയിൽ 8 എംപിമാരടക്കം സസ്പെൻഡ് ചെയ്തുകൊണ്ട് വിളമരം കരുണൻ കെ രാജകൃഷ്ണൻ അടക്കം സസ്പെൻഡ് ചെയ്തിരുത്തിക്കൊണ്ടാണ് ആ സമ്മേളനത്തിൽ ഇത് പാസ്സാക്കിയെടുത്തത്. ഒപ്പം ലേബർ കോഡ് പാസ്സാക്കിയെടുത്തു എന്നുള്ള കാര്യം ഓർമ്മ. 4 ലേബർ കോഡുകളിലും 3 ലേബർ കോഡുകളും പാസ്സാക്കിയതും ആ സമ്മേളനത്തിലാണ്. അതേ ഗവൺമെന്റ് തന്നെ എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ശൈത്യകാല സമ്മേളനം നടത്തിയില്ല. പാർലമെന്റിന്റെ കഴിഞ്ഞ ശൈത്യകാല സമ്മേളനം നടന്നിട്ടില്ല എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നവംബർ 2021 മുതൽ ആരംഭിച്ച് ഡിസംബർ 22-23 വരെ സാധാരണഗതിയിൽ നീണ്ടു നിൽക്കേണ്ടതായിട്ടുള്ള ഒരു മാസത്തിലെ 20 പ്രവൃത്തി ദിവസം പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഇന്ത്യയുടെ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം പോലും ഉണ്ടായില്ല. എന്ന് വെച്ചാൽ ചർച്ചകൾ അത്തരത്തിൽ ഉണ്ടാവരുത്. ചർച്ചകൾ ഉണ്ടായാൽ ആ ചർച്ചകളിൽ എത്ര ചെറുതായിട്ടായിരുന്നാലും ഈ ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായി വരുന്നതായ ശബ്ദങ്ങൾ ലോകത്ത് കേൾക്കുമെന്നുള്ളത് കൊണ്ട് റെക്കോർഡ് ചെയ്യപ്പെടുമെന്നുള്ളത് കൊണ്ട് ആളുകൾ ചർച്ച ചെയ്യുമെന്നുള്ളത് കൊണ്ട് ആ ചർച്ചകൾ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അവരിപ്പോൾ അങ്ങനെയാണല്ലോ. എല്ലാത്തിൻ്റെയും സർട്ടിഫിക്കറ്റ് അവരാണ് കൊടുക്കുന്നത്. എങ്ങനെ ഹിന്ദു മതത്തിൽപ്പെട്ടയാളാണ് താങ്കൾ എന്ന് താങ്കൾക്ക് ഞങ്ങളാണ് സർട്ടിഫിക്കറ്റ് നൽകുക. അത് കൊള്ളാം. താങ്കൾ ഭക്തയാണ് എന്ന് താങ്കൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത് ഞങ്ങളാണ്. അത് കൊള്ളാം. താങ്കൾ ഒരു വിശ്വാസിയാണെന്ന് താങ്കൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത് അത് ഞങ്ങളാണ്. ഇതെല്ലാം ഭാജപയുടെ ഓഫീസിൽ RSSന്റെ ഓഫീസിലാണ് ഇതിന്റെ എല്ലാം ചാപ്പ കുത്താനുള്ള അധികാരം തങ്ങൾക്കാണ് എന്നുള്ള നിലയിലേക്കാണ് അവർ തെറ്റായി ധരിച്ചിട്ടുള്ളത്. ഹിന്ദു മതവും ഹിന്ദുത്വവും രണ്ടും രണ്ടാണ്. ഹിന്ദുമതം സനാതന ഹിന്ദുമത ധർമ്മത്തിൽ വിശ്വസിച്ചിരുന്നയാളാണ് മഹാത്മാഗാന്ധി എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു തർക്കവുമില്ല. സനാതന ഹിന്ദുവായിരുന്നു മോഹൻദാസ് കരംചന്ദ് എന്ന മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിയെ അദ്ദേഹത്തെക്കാൾ ജാതി വ്യവസ്ഥയിൽ മുമ്പിലായിരുന്ന നാഥറാമിനായ ഗോഡ്സെ അത്തരത്തിൽ 3 വെടിയുണ്ടകൾ വായിച്ച് കൃത്യമായി അദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നു. അത് ഹിന്ദുത്വമാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നത് ഇസ്ലാം മതവും ISIS തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെ ഉണ്ട്. ISIS ആണ് ഇസ്ലാം മതം എന്നുള്ള നിലയിലേക്ക് ആളുകളുടെയും ദുഷ്ടലാഭോട് കൂടി അത്തരത്തിലുള്ള ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാനായി പല ആളുകളും ശ്രമിക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ BJPയെ സംബന്ധിച്ച് അത് കൃത്യമായ സാമുദായിക ധ്രുവീകരണം, അതിന് വർഗീയമായ വിഭജനം നടത്തുക എന്നുള്ളതാണ്. അവർ പറയുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്താൽ അവർ ദേശദ്രോഹിയാണ്. അവർ പറയുന്ന കാര്യങ്ങൾ അപ്പടി അതെല്ലാം ഉൾക്കൊള്ളുന്നുവെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ ദേശസ്നേഹിയാണ്. ദേശസ്നേഹിയും രാജ്യസ്നേഹിയും തമ്മിൽ പോലും ഒരു വ്യത്യാസം കണ്ടെത്തുകയാണ്. ഞങ്ങളോടൊപ്പം ഉള്ളവരെല്ലാം ദേശസ്നേഹിയാണ്. ഞങ്ങൾ പറയുന്നതിനെ ഏതാണ്ട് തലമുടിക്ക് സമ്മതിക്കും. എന്നാൽ ഞങ്ങളോടൊപ്പം അല്ല എങ്കിൽ രാജ്യസ്നേഹിയാണ്. അവർ പറയുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നുവെങ്കിൽ, എതിർക്കുന്നുവെങ്കിൽ, വിമർശിക്കുന്നുവെങ്കിൽ ആ ദുഷ്മൻ ഹേ, ആ രാജ്യദ്രോഹി ഹേ, ആ ദേശദ്രോഹി ഹേ. ഇതാണ് അവർ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് തന്നെയാണ് നാട്ടിലെമ്പാടും അവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഞാനൊരു 10 മിനിറ്റ് കൂടി എടുത്തതിന്റെ വർത്തമാനം ചൊല്ലുക. ഇപ്പോ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ BJP നേതാക്കൾ, മുഖ്യമന്ത്രിമാരെല്ലാം നമ്മുടെ നാട്ടിലേക്ക് വരികയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ. അവര് വന്നപ്പോൾ ഇവിടെ ചില BJP നേതാക്കൾ പറഞ്ഞത് അവർ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? അത് ശരിയാണ്. കാരണം ഇരുട്ടത്ത് മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പെരിച്ചാഴിക്ക് നല്ല പകൽ വെളിച്ചത്തിൽ അങ്ങനെ വിഹരിക്കാൻ ആഗ്രഹിക്കുന്ന മാടപ്രാവിനെ കാണുമ്പോൾ ചോദിക്കും, നീ എങ്ങനെയാണ് ഈ പകൽ വെളിച്ചത്തിൽ ഇങ്ങനെ ജീവിക്കുന്നത്? ഇരുട്ടില്ലാതെ നീ എങ്ങനെയാണ് ജീവിക്കുന്നത്? ശരിയാണ്. ആൽമരത്തിൽ തലകീഴായി കിടക്കുന്ന മരിച്ചവരുടെ വാവലിന് ചിലപ്പോൾ തോന്നും ഈ നാട്ടിലൊക്കെ നമ്മൾ ഈ മയിലിനെ കാണുമ്പോഴും അതുപോലെ മറ്റ് പക്ഷികളെ കുരുവികളെല്ലാം കാണുമ്പോഴും അവരോട് ചിലപ്പോൾ ചോദിക്കണമെന്നോ, നീ എങ്ങനെയാണ് ഇങ്ങനെ ഈ 2 കാലിൽ 2 ചിറകിൽ ഇങ്ങനെ പറക്കുന്നത്? തലകീഴായിട്ടല്ലേ ജീവിക്കേണ്ടത്? നമ്മളോട് വന്നിട്ട് ചോദിക്കുകയാണ്, ഈ വെടിക്കിറങ്ങാനായി നിങ്ങൾ ഈ പറഞ്ഞ പോലെ അറിയാമല്ലോ പഴയ നമ്മുടെ പരസ്യം, അതൊരു തമാശയൊന്നുമല്ല. നാട്ടുകൂടെ നിന്റെ വീട്ടിൽ ശൗചാലയമുണ്ടോ എന്ന് ചോദിച്ചത്.
തീവണ്ടിപ്പാളത്തിനിടയിൽ ഈ ഒന്നും രണ്ടും നടത്തുന്ന ആളുകളുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് നമ്മളെയാണ് വൃത്തി പഠിപ്പിക്കാനായി അവർ പറയുന്നത്. 24 മണിക്കൂറും വൈദ്യുതിയുള്ള സംസ്ഥാനമാണ് ഒന്ന് കേരളം, മറ്റൊന്ന് ജമ്മു കാശ്മീർ. ബോത്ത് ദീസ് സ്റ്റേറ്റ്സ് ആർ ദ BJP loves to hate. ഈ രണ്ട് സംസ്ഥാനങ്ങളിലുമാണ് പവർ കട്ടില്ല. 5 കൊല്ലത്തിന് മുമ്പ് ഇതുപോലെ നമ്മൾ കൺവെൻഷനുകൾ ചേരുന്ന കാലത്ത് കേരളത്തിൽ 6 മണിക്കൂർ പവർ കട്ടാണ്. രാവിലെ 3 മണിക്കൂർ പവർ കട്ട്, വൈകുന്നേരം 3 മണിക്കൂർ ലോഡ് ഷെഡിങ്. ആ 24 മണിക്കൂർ കറണ്ടുള്ള ഒരു സംസ്ഥാനത്ത് വന്നിട്ട് 6 മണിക്കൂർ ലോഡ് ഷെഡിങ്ങുള്ള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി വന്ന് ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? 5 വയസ്സുള്ള എല്ലാ പിള്ളേരും പള്ളിക്കൂടത്തിൽ ചേരുകയും 3.5 വയസ്സാകുമ്പോൾ തന്നെ ഏത് പള്ളിക്കൂടത്തിൽ ചേർക്കണമെന്ന് ആലോചിച്ച് നേരത്തെ അത്തരത്തിൽ അഡ്മിഷൻ ബുക്ക് ചെയ്യുകയും അത് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് തന്നെ കുട്ടികളെ ചേർക്കുകയും ചെയ്യുന്ന നാട്ടിൽ വന്നിട്ട് അവർ ചോദിക്കുകയാണ് ഈ പിള്ളേരെല്ലാം പള്ളിക്കൂടത്തിൽ പോയാൽ പിന്നെ കാര്യം വയ്ക്കാൻ പിള്ളേരെ എവിടെ നിന്ന് കിട്ടുമോ? നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അതുകൊണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് മിനിമം ചാർജ് കൊടുത്താൽ ചെന്ന് നിൽക്കുന്ന ഒരു പള്ളിക്കൂടം, ആ പള്ളിക്കൂടം സർക്കാർ പള്ളിക്കൂടത്തിൽ നീന്തൽക്കുളം ഉണ്ടെന്ന കാര്യം മറന്നു പോകുന്നത്. ഈ തിരുവനന്തപുരം ജില്ലയിൽ സർക്കാർ പള്ളിക്കൂടമാണ്. നമ്മൾ പഠിച്ചതായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ല ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ആ സ്കൂളുകളൊന്നും തുറക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. സ്കൂളിൽ പോകാൻ, പഠിക്കാൻ, അവിടെ കുട്ടികളോടൊപ്പം അങ്ങനെ ഉല്ലസിക്കാൻ, തിമിർക്കാൻ, കമ്പ്യൂട്ടറിൽ കളിക്കാൻ ഒക്കെയായി കുട്ടികൾ ആഗ്രഹിക്കുകയാണ്. ഇതാണ് കേരളം. 1000 ആൺകുട്ടികൾ അപ്പുറത്തുള്ളപ്പോൾ 930 പെൺകുട്ടികൾ പോലും ഇപ്പുറത്തില്ലാതെ പെൺഭ്രൂണഹത്യ അത് നാട്ടിൽ രഹസ്യമായിട്ടാണെങ്കിലും പരസ്യമായിട്ടുള്ള ഒരു കാര്യം അത് നടക്കുന്നതായിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ട് നമ്മുടെ നാട്ടിൽ അവർ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുക? കേരളത്തിലെ ജനന നിരക്കിൽ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളും, സ്കൂളുകളിൽ ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളും, നമ്മുടെ വിവിധ സർവീസ് മേഖലകളിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളും, പാരാമെഡിക്കൽ മെഡിക്കൽ രംഗത്ത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളും ഒക്കെ ആയിട്ടുള്ള ഒരു സംസ്ഥാനത്ത് വന്നു നിന്നിട്ടാണ് പെൺഭ്രൂണഹത്യ അങ്ങനെ നാട്ടു നടപ്പാക്കി മാറ്റിയ. നാട്ടിൽ നിന്ന് ആളുകൾ വന്ന് ചോദിക്കണം നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുക? 1600 രൂപ പെൻഷൻ എന്നത് വീട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിട്ടുള്ള ഒരു നാട്ടിൽ വന്നിട്ട് മാസങ്ങളായി പെൻഷൻ കൊടുക്കാത്തതായിട്ടുള്ള നാട്ടിൽ പുല്ല് തന്നെ ഒരു പക്ഷേ അത് ചുട്ടെടുത്ത് തിന്നുന്നതായിട്ടുള്ള നാട്, അത്തരത്തിലുള്ള നാട് COVID-19 കാലത്ത് അവിടെ നിന്ന് ഇവിടെ വന്ന് പട്ടിണിയില്ലാതെ ഒരാൾ പട്ടിണി കിടന്ന് മരിക്കാത്തതായിട്ടുള്ള COVID-19 കാലത്തുള്ള ഒരു നാട്ടിൽ വന്നിട്ട് ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുക? എന്തിനൊക്കെയാണ് നുണപ്രചാരങ്ങൾ നടത്തുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കുക. ചിലരെങ്കിലും പോലും ഞാൻ എല്ലാ ദിവസവും ടെലിവിഷൻ ചർച്ചകളും മറ്റു കാര്യങ്ങളും എല്ലാം പോകുമ്പോഴത്തേക്കുള്ളൊരു കാര്യം, COVID-19 കാലത്ത് ആദ്യ 4 മാസക്കാലം വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ എല്ലായിടത്തുമായി അങ്ങനെ അരിയോ ഗോതമ്പോ 4 മാസക്കാലം കൊടുത്തതല്ലാതെ ഇപ്പോഴും കേരളത്തിൽ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പൊതു ഭക്ഷ്യ വിതരണ വകുപ്പിന്റെ ബഡ്ജറ്ററി അലോക്കേഷനിൽ നിന്നുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതാ ഡൽഹിയിൽ നിന്ന് കൊടുത്തുവിടുന്നത്? കേര വെളിച്ചെണ്ണയാണ്. അത് ഉഴുന്നാണോ, പരിപ്പാണോ, പയറാണോ, പഞ്ചസാരയാണോ, ഉപ്പാണോ? നിർബന്ധമായി കൈ കഴുകണം. അതുകൂടി ഓർമ്മിപ്പിക്കാൻ അതിനകത്ത് ഈ നമ്മുടെ സോപ്സ് ആൻഡ് ഓയിൽസ് കേരള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അവിടെ ഉത്പാദിപ്പിക്കുന്നതായിട്ടുള്ള വാഷ് സോപ്പുണ്ട്. ഇത് അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് കൊടുത്തു വിട്ടതാ. ഈ കേരളത്തിൽ ഇങ്ങനെ ഇതെല്ലാം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസും BJP ഭരിക്കുന്ന സംസ്ഥാനം നിങ്ങൾ വിവിധ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരെ, നിങ്ങളുടെ സംഘടനകളോ, നിങ്ങളുടെ കൂട്ടുകാരോടോ നിങ്ങൾ വിളിച്ചൊന്ന് ചോദിക്കുക അവിടെ എന്തെങ്കിലും ലഭിക്കുന്നില്ല. ഇത് അവർക്കാർക്കും വിശ്വസിക്കില്ല. അത് അവരാരും കഴിച്ചാൽ ഈ പറഞ്ഞത് ദാൽ ഇതൊന്നും കഴിച്ചാൽ ചീനി ഇതൊന്നും അവർ പറഞ്ഞില്ല. അത് അവർക്കിത് വേണ്ട എന്നവർ ഗവൺമെന്റിനോട് നേരത്തെ പറഞ്ഞതാണ്. എന്തേ അവിടെ നിന്ന് കൊടുക്കുന്നില്ല? അപ്പോൾ ഇത് രാഷ്ട്രീയമായ ഇച്ഛാശക്തിയുടെ ഭാഗമാണ്. കേരളത്തിലെ മനുഷ്യന് മാത്രമല്ല പട്ടിണി കിടന്ന് മരിക്കരുത് എന്നുള്ള നിലയിലേക്ക് അമ്പലത്തിലെ വാണ്ടറിനെ ചോറുരുട്ടി വെച്ചു കൊടുത്തത് അമ്പലവാസി മാത്രമല്ല, നമ്മൾ കാക്കയ്ക്കും പരുത്തിനുമെല്ലാം അത്തരത്തിൽ ഭക്ഷണം അത് നൽകിയത് ഈ നേരത്തെ കാക്ക നമ്മുടെ പുറത്ത് കുർസയിട്ടിട്ട് പോവുകയും ആ കാക്കയോട് ഒരുപാട് നമുക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട്. ആ കാക്കയ്ക്ക് ചോറുരുട്ടി വെച്ചു കൊടുത്തു. ഇരുചക്ര വാഹനങ്ങൾ ഒരുപാട് പേരിപ്പുണ്ട്. നിങ്ങൾ സൗഹൃദം യാത്ര ചെയ്തപ്പോൾ ആ ഇരുചക്ര വാഹനം നിങ്ങളുടെ മറിഞ്ഞു വീഴുന്ന വിധത്തിലേക്ക് ഒരു ഇടത്തു നിന്ന് വലത്തേക്ക് എടുത്തു ചാടിയ തെരുവുനായി ഓരോ പടം കൊടുക്കുന്നതായിരിക്കും അല്ലേ? അതിനുവേണ്ടി മാത്രം ഇത് മാറ്റിയതാണ്. യാതൊരു ഏർപ്പാട് എന്നെ സംബന്ധിച്ചില്ല എന്നുള്ളത് തോന്നില്ല. 55 ദിവസം ക്വാറന്റൈനിൽ 5 തവണയായി കഴിയേണ്ടി വന്ന ഒരു ദുരവസ്ഥ എന്ന് പറയുമ്പോൾ കോവിഡ് വന്നിട്ടായെങ്കിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താണ് മാനസികാവസ്ഥ എന്നുള്ളത്. ഏറ്റവും കൂടുതൽ സംസ്ഥാനത്തെ ഗവർണറിൽ നിന്നാണ് കൈ എവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഭരണഘടനാ തലവന്റെ കയ്യിൽ നിന്നാണ് കോവിഡ് കിട്ടിയതെന്നുള്ളത് കോവിഡിന് പ്രത്യേകിച്ച് കയറിയൊന്നുമില്ല. അനുഭവിക്കേണ്ടി വന്നത് ഞാൻ കുടുംബമായി. ഞാനീ പറഞ്ഞ വെല്ലുവിളികളും വൈതരണങ്ങളും ഉണ്ടായ സമയത്ത് ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് ലഭിക്കേണ്ട അർഹമായിട്ടുള്ള കാര്യങ്ങൾ ലഭിച്ചില്ല
ലഭിച്ചില്ല എന്ന് മാത്രമല്ല വിദേശത്ത് നിന്നടക്കം നമുക്ക് ലഭ്യമാകുന്ന ആ സഹായങ്ങളിൽ തട്ടിത്തെറിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ടും നമ്മുടെ നിലനിൽക്കുക ഈ 2,00,000 കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ചു നൽകി എന്ന് പറയുമ്പോൾ യു പിയിൽ നിന്ന് വന്ന മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുക അവിടെ 24,000 വീട് നിർമ്മിച്ചു നൽകി. അതാണ് വലിയ കാര്യം. അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം. 12-ാം തീയതി മാർച്ച് മാസം ഇന്ത്യ ടുഡേ വാരിക അവർ സൗത്ത് ഇന്ത്യ കോൺക്ലേവ് ചെന്നൈയിൽ നടത്തി. CPM പ്രതിനിധീകരിച്ച് ഞാനും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച പ്രൊഫസർ കെ വി തോമസുമാണ് അതിൽ പങ്കെടുത്തത്. അപ്പോൾ അതിൽ BJPയുടെ ഒരു MP യു പിയിൽ നിന്നുള്ള രാജ്യസഭാ MP അതിൽ പങ്കെടുത്തു. അദ്ദേഹം അതിൽ പല സെഷനുകളായി. അപ്പോൾ ഞങ്ങളുടെ സെഷന് മുമ്പുള്ള സെഷനിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, യു പിയിലേക്ക് ഞങ്ങൾ അഭിമാനത്തോടെ പറയുകയാണ് 24,000 വീട് ഞങ്ങൾ നിർമ്മിച്ചു നൽകി എന്നുള്ളതാണ്. അടുത്ത സെഷനിൽ ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ അത്ഭുതത്തോടുകൂടി ഞങ്ങൾ പറഞ്ഞത് ഈ 2,00,000 കുടുംബങ്ങൾക്ക് വീട് കേരളം നിർമ്മിച്ചു നൽകി എന്നുള്ളത് നിങ്ങൾ പറയുന്നത് 24,000 പേർക്ക് വീട് നിർമ്മിച്ചു നൽകി എന്നുള്ളതാണ്. അത് വാസ്തവത്തിൽ യു പിയിൽ നിന്ന് വന്ന അദ്ദേഹത്തിന് കൂടെ വന്നവർ പോലും അത്ഭുതത്തോടു കൂടിയാണ് ഇത് കേട്ടത്. നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ മാത്രമല്ല നിങ്ങളുൾപ്പെടെയുള്ള ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും എല്ലാം സഹായം അതിൽ ലഭിച്ചിട്ടുണ്ട്. പലരും ഭൂമി അത്തരത്തിൽ സമ്മാനിച്ചവരുണ്ട്, വീട് കെട്ടിക്കൊടുത്തവരുണ്ട്, സംഘടനകൾ അത്തരത്തിൽ പലർക്കും ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുത്തവരുണ്ട്, അത്തരത്തിലുള്ള ബിസിനസ്സുകാരും വ്യാപാരികളും അടക്കമുള്ളവരുണ്ട്, കമ്പനികളുടെ CSR വേണ്ടി വിനിയോഗിച്ചിട്ടുള്ളവരുണ്ട്. ഇതൊക്കെ ചേർന്നിട്ടാണ്. അത് അടച്ചുറപ്പുള്ള ഭവനം എന്നതൊരു സ്വപ്നമല്ല എന്നും അത് വാസ്തവത്തിൽ മനുഷ്യന് കയറി കിടക്കാൻ അടച്ചുറപ്പുള്ള ഭവനം എന്നത് അവകാശമാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു വിശപ്പുരഹിത സംസ്ഥാനം എന്ന പദവിയിൽ നിന്ന് എല്ലാ കുടുംബങ്ങൾക്കും കയറി കിടക്കാൻ അടച്ചുറപ്പുള്ള ഭവനമുള്ള സംസ്ഥാനം എന്ന പദവിയിലേക്ക് നാം നടന്നു കയറാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നേടിയ നേട്ടം, പൊതുജനാരോഗ്യ രംഗത്ത് നേടിയ നേട്ടം, നാം അവിടെ നിന്ന് സാമൂഹ്യ സുരക്ഷയുടെ എല്ലാ മേഖലകളിലും നേടിയ നേട്ടം. നിങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ പണിയെടുക്കുന്ന വിവിധ വിഭാഗങ്ങളിൽ പണിയെടുക്കുന്നവർ നിങ്ങൾ അധികം പേരും പെൻഷൻ ഉള്ളവരായിരിക്കും. ഈ പെൻഷനും ഈ തൊഴിലും തന്നെ അടുത്ത തലമുറയിലുള്ളവർക്ക് ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട്. അപ്പോൾ ഇന്നലെ ചില വാർത്തകൾ പുറത്തുപോയി. നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ തന്നെ ഏതാണ്ട് 15 ലക്ഷം വേക്കൻസികൾ ഒഴിഞ്ഞു കിടക്കുന്നത് നിർത്താനായി അവർ ഉദ്ദേശിക്കുന്നില്ല. റെയിൽവേയിൽ തന്നെ 2 ലക്ഷത്തിലധികം വേക്കൻസികൾ ഒഴിഞ്ഞു കിടപ്പാണ്. റെയിൽവേയിൽ മാത്രമല്ല ബാങ്കുകളിലും ഇൻഷുറൻസ് കമ്പനികളിലും അടക്കം ഒഴിഞ്ഞു കിടപ്പാണ്. എന്ന് മാത്രമല്ല ഇന്ത്യയുടെ പട്ടാളത്തിൽ വേക്കൻസികൾ ഒഴിഞ്ഞു കിടപ്പാണ്. അപ്പോഴും പ്രസംഗം രാജ്യസ്നേഹത്തെക്കുറിച്ചാണ്, ദേശസ്നേഹത്തെക്കുറിച്ചാണ്, രാജ്യസുരക്ഷയെക്കുറിച്ചാണ്. അപ്പോഴും പട്ടാളത്തിൽ വേക്കൻസികൾ ഒഴിഞ്ഞു കിടപ്പാണ്. കേന്ദ്ര റിസർവ് പോലീസിലടക്കം വേക്കൻസികൾ ഒഴിഞ്ഞു കിടപ്പാണ്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കും. ആ സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാട് അവിടെ ഇന്നുള്ള സാമൂഹിക നീതി അവിടെ നടപ്പാക്കേണ്ടതില്ല. പട്ടാളത്തിൽ പോയി വീരമൃത്യു വരിച്ചവരുടെ വിധവയ്ക്ക് അവിടെ ജോലി കൊടുക്കേണ്ടതില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമല്ല, മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമല്ല, ജനിച്ചപ്പോൾ സംവരണ ഇതര വിഭാഗത്തിലായിപ്പോയി എന്നാൽ വളരെ സാമ്പത്തികമായി പിന്നോക്കമാണ് അവർക്കടക്കമുള്ള ഇവിടെ നിയമം മൂലം ഇത്തരത്തിൽ ഒരു ഭരണഘടനാ ഭേദഗതിയോട് കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവരുമ്പോൾ തന്നെ ഇപ്പുറത്ത് ഈ പറയുന്ന എല്ലാ അവകാശങ്ങളും അവർക്ക് ലഭ്യമാക്കേണ്ടത് എടുത്തു കളയുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഏതെങ്കിലും വിധത്തിൽ അംഗപരിമിതരായിട്ടുള്ളവർക്ക് ഏത് സ്വകാര്യ സ്ഥാപനത്തിലാണ് അംഗപരിമിതരായിട്ടുള്ള ആളുകളെ ജോലിക്ക് വയ്ക്കുക? കാരണം മുതൽ മുടക്കാം, അത് ലാഭത്തിന് വേണ്ടിയിട്ടാണ്. ആ ലാഭത്തിന് വേണ്ടി നടത്തുന്നിടത്ത് സാമൂഹ്യ നീതിയും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും അവർക്ക് ആലോചിക്കാൻ കഴിയില്ല. ഇതാണല്ലോ അവസ്ഥ. എന്നാൽ നിങ്ങൾ TNT-യിൽ നിങ്ങൾ നേരത്തെ ഇപ്പോൾ നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ, അതല്ലെങ്കിൽ BSNL, അതല്ലെങ്കിൽ ബാങ്കിലെ ഇൻഷുറൻസ് കമ്പനി, ISR, ഇവിടെ എല്ലാം ഇത് നടപ്പാക്കപ്പെടുന്നത് തന്നെയാണല്ലോ. പ്രതിരോധ മേഖല അടക്കം സ്വകാര്യവൽക്കരിക്കുമ്പോൾ എവിടെയാണ്? വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന നിലയിലേക്കാണ് രാജ്യത്തെ പൊതുമേഖല വിധത്തിൽ നിൽക്കുമ്പോഴുള്ള അവസ്ഥ. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ പോലുള്ള സ്വർണ്ണമുക്കയിടുന്ന താറാവിനെ തന്നെ അറുത്ത് കീറുന്ന കൊല്ലുന്ന നിലയിലേക്കാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ നടപടി. എന്നാൽ ഇതിന് നേരെ വിരുദ്ധമായിട്ടാണ് കേരളത്തിന്റെ സാമ്പത്തിക നയം എന്നുള്ളത്. UDF ഗവൺമെന്റിന്റെ കാലത്ത് നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തുകയും നിലനിർത്തുകയും ചെയ്യുകയും അതിന്റെ CSR അടക്കം വികസന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുകയും. ഈ കേരളം അത്തരത്തിൽ ഒട്ടനവധി മാതൃക കാട്ടിയിട്ടുള്ളതാണ്. നമ്മുടെ സാമൂഹ്യ സുരക്ഷാ സമ്പ്രദായത്തെ കുറിച്ച് ഇപ്പോൾ ഈ LDF-ന്റെ പ്രകടന പത്രിക ഇറക്കിയതിനു ശേഷം UDF-ന്റെ പ്രകടന പത്രികയും BJP-യുടെ പ്രകടന പത്രികയും എല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അമ്മൂമ്മമാര് നമ്മളെ കളിയാക്കി നമ്മളോട് പറയും, ഇവിടെ ഈ സമുദ്രം മൂന്നും മറിഞ്ഞിടുന്നില്ല എന്ന് കേട്ടിട്ടുണ്ടോ? പണ്ട് സ്കൂളിൽ പഠിക്കാനായി ഓർമ്മയുണ്ടോ? പണ്ട് സമുദ്രം എന്നൊരു പാഠം പലർക്കും ഉണ്ടായിരുന്നു മലയാളം പുസ്തകത്തിൽ. ഭൂമിയുടെ 4/3 ഭാഗവും ജലമാണ്. ആ ജലത്തിന്റെ 3/4 പങ്കും സമുദ്രമാണ്.
സമുദ്രത്തിൽ ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ പല ജനസ്സുകളിലായി ഉണ്ട്. സമുദ്രജലം ഉപ്പുള്ളതാണ്. ഇങ്ങനെയാണ് ആ പാഠം പോകുന്നത്. അപ്പോൾ ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് മുന്നിലിരിക്കുന്ന കുട്ടി സ്ലേറ്റിൽ എഴുതി ഡാഷ് ജലം ഉപ്പുള്ളതാണ്, ബോർഡിൽ ഭാഷ എഴുതിയിട്ടുണ്ട്. കുട്ടി അതുകൊണ്ട് എഴുതി. മിടുക്കനായ കുട്ടി എഴുതി സമുദ്രജലം ഉപ്പുള്ളതാണ്. അപ്പോൾ തൊട്ട് പുറകിലിരിക്കുന്ന കുട്ടിക്ക് ഇത് എന്താ എഴുതേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാത്തോണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചിടാം, ഇതൊന്ന് കാണിച്ചത്. അപ്പോൾ ഈ കുട്ടി ആ ഭാഷ കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ സ്ലേറ്റ് പതുക്കെ മാറ്റി വെച്ച് കൊടുത്തു. പുറകിലിരിക്കുന്ന ചങ്ങാതി കളിക്കാൻ വരുന്ന കൂട്ടുകാരനാണ്, അവൻ എഴുതിക്കോട്ടെ. അപ്പോൾ അവൻ എത്ര നോക്കിയപ്പോൾ അതിൽ കണ്ടില്ല. പുള്ളി അതുകൊണ്ട് മുദ്രജലം ഉള്ളതാണ് എന്ന് എഴുതി. അവൻ്റെ പുറകിലിരിക്കുന്ന കുട്ടി അവൻ്റെ എല്ലാം കൂട്ടുകാരാണ്, കുട്ടി കളിക്കാനും കബഡി കളിക്കാനും ഉച്ചയ്ക്ക് ഒരുമിച്ച് കൂടുന്നവർ. ഇത് കാണിച്ചത്, ഇതൊന്ന് കാണിച്ചിടാം. അപ്പോൾ അവൻ ഇത് കാണിച്ചു കൊടുത്തപ്പോൾ മുദ്രജലം ഉള്ളതാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ ചങ്ങാതി ലേശം ബുദ്ധി കൂടി ഉപയോഗിച്ചു. മുദ്രജല അവനെ തെറ്റിപ്പോയതായിരിക്കും ആ കാര്യം. പുള്ളി അതിലൊരു ഭേദഗതി വരുത്തി മുദ്രജലത്തിനെ ആക്കി വേറൊരു ചെറിയ ഭേദഗതിയോട് വരുത്തി ജലം ഉപ്പുള്ളതാണ് എന്നെഴുതി മാഷിന് കൊടുത്തു. ഇതായിരുന്നു വാസ്തവത്തിൽ LDFന്റെ പ്രകടന പത്രിക വന്നതിന് ശേഷം UDFന്റെ പ്രകടന പത്രികയും അതുപോലെ BJPയുടെ പ്രകടന പത്രികയിലും കൂടി പറഞ്ഞു. 15 ലക്ഷം രൂപ എല്ലാവരുടെ അക്കൗണ്ടിലും ഉള്ളത് കൊണ്ട് നമ്മുടെ ഭാര്യയും ഭർത്താവും ആ 30 ലക്ഷം രൂപ എങ്ങനെ എടുക്കണമെന്നറിയാതെ നട്ടം തിരിയുന്നവരാണ്. മക്കളുടെ 15 ലക്ഷം രൂപയും അവർ പ്രായപൂർത്തിയായതിനു ശേഷം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് ആ ഉറപ്പുള്ളത്. ഏത് BJP കൊടുത്ത ഉറപ്പ്. നിങ്ങളിപ്പോൾ ഇവിടെ വന്നതും പോകുന്നതുമെല്ലാം 1 ലിറ്റർ പെട്രോളിന് 50 രൂപയ്ക്ക് നിങ്ങൾ പെട്രോൾ അടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് പോകുന്ന വഴിക്ക് BJPയുടെ കൺവെൻഷൻ്റെ അടുത്ത് 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഉടനെ വാങ്ങി ചോദിച്ചിട്ട് പോയാൽ ഇന്നത്തേക്ക് കിട്ടുള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അത് കിട്ടില്ല 50 രൂപയ്ക്കുള്ള പെട്രോൾ. ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നുള്ളത് അതെല്ലാം തന്നെ മുമ്പ് അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള പറഞ്ഞതുപോലെ ഇത് വെറും കോമഡിയാണ് അവരെ സംബന്ധിച്ച്. ആളുകളെ പറ്റിക്കൽ ഒരു കോമഡിയായി നടത്തിക്കൊണ്ടിരുന്നവരും UDFനെ സംബന്ധിച്ച് പ്രകടന പത്രിക എന്നത് നടപ്പാക്കാനുള്ളതല്ല എന്ന് വിശ്വസിക്കുന്നത്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള പ്രകടന പത്രികയിൽ അവർ പറഞ്ഞത് ഹൈസ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും സൈക്കിൾ സൗജന്യമായി നൽകുന്നു. അങ്ങനെ ഈ നാട്ടിൽ പിള്ളേർക്കെല്ലാം സൈക്കിൾ കൊടുത്തിട്ട് നമ്മുടെ നാട്ടിൽ തട്ടിമുട്ടിയെല്ലാം നടക്കാൻ പറ്റുന്നത് ലക്ഷക്കണക്കിന് സൈക്കിൾ കൊണ്ട് കേരളത്തിലെ തെരുവുകൾ ഉണ്ടെന്ന് പറഞ്ഞു. എത്ര കുട്ടിക്ക് സൈക്കിൾ കൊടുത്തത് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ 18 മാസക്കാലം 600 രൂപയുടേതായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാതെ ഇറങ്ങിപ്പോകേണ്ടി വന്ന ഒരു സർക്കാർ അതിനുശേഷം LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആദ്യത്തെ തീരുമാനം, ഗവൺമെന്റിന്റെ ആദ്യത്തെ ക്യാബിനറ്റ് തീരുമാനം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തുള്ള കുടിശ്ശിക 600 × 18 മാസം അത് കിട്ടേണ്ട ആളുകൾക്ക് മുഴുവൻ കൊടുക്കുന്നതിന് മാത്രമല്ല അത് 600-ൽ നിന്ന് 1000-ആയി വർദ്ധിപ്പിക്കുന്നത്. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിലാണ് ഇത് കൃത്യമായി കൊടുക്കുക? നല്ല വാക്ക് പറയാൻ വളരെ എളുപ്പമാണ്. റോഡിൽ ഒരാൾക്ക് അപകടം പറ്റി കിടക്കുമ്പോൾ നേരെ അവിടെ ചെല്ലുന്നു, നോക്കുന്നു, അയ്യോ കാലൊടിക്കും അല്ലേ, അയ്യോ തലയ്ക്ക് പരിക്ക് പറ്റിയല്ലേ, അയ്യോ ചോര ഒടിക്കുന്നുണ്ടല്ലോ അല്ലേ, ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ അയാളോടൊപ്പം നമ്മൾ സെൽഫിയും കൂടെ എടുത്തിട്ട് പോകുന്ന ആളുകൾ അതിലുണ്ടാകും. ഓഫീസിലേക്ക് പോകാനായി ഇറങ്ങി നല്ല വേഷത്തിലാണ്, പക്ഷേ എങ്കിലും അവിടെ നിർത്തി ഇവിടെ നിന്നെങ്കിലും ഒരു വാഹനം തൽക്കാലത്തേക്ക് അത് തടഞ്ഞു നിർത്തി. അതിൽ നിങ്ങൾ 2-3 പേരായി വസ്ത്രത്തിൽ ചോരയെല്ലാം പുറപ്പെട്ടു. അയാളെയും കൊണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയി. ആശുപത്രിയിൽ സമയത്തെത്തിയതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. അയാൾക്ക് രക്തം വേണമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ തന്നെ ഒരു പക്ഷേ നിങ്ങളുടെ ചോര കൊടുത്തു. അയാൾ രക്ഷപ്പെട്ടു, ജീവിച്ചു. വളരെ പ്രയാസകരമായ ഒരു പ്രവൃത്തിയാണ് നിങ്ങളന്ന് ചെയ്തത്, പക്ഷേ ജീവനാണ് രക്ഷിച്ചത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് വാസ്തവത്തിൽ. ആദ്യം ഞാൻ പറഞ്ഞത് അതാണ് BJPയും UDFും. രണ്ടാമത്തെ ചങ്ങാതി നല്ല സമീപക്കാരനാണ് LDF. ആ അനുഭവമാണ് ജനങ്ങൾ വിധി എഴുതിയത്. ഇവിടെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉൾപ്പെടെ LDFന്റെ 19 സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടവരാണ്. ആ പരാജയത്തിലും അപ്പോഴും ഇവിടെ ഇടതുപക്ഷത്തിന്റെ കരുത്തും സ്വാധീനവും ഒഴിച്ചു പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും കളിയാക്കി. എന്നാൽ മാസങ്ങൾക്ക് ശേഷം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ചർച്ചകളിലെല്ലാം BJPയുടെയും UDFിന്റെയും നേതാക്കൾ പറഞ്ഞതാണ് ഇത് സെമി ഫൈനലാണ്, നിങ്ങൾ പുറത്തേക്കാണ്. കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അധികാരത്തിലുള്ള മുന്നണിക്കെതിരായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ശരിയാണ്. ആ തെരഞ്ഞെടുപ്പിലും അവർ ഉപയോഗിച്ചിട്ടാണ് എന്താ BJP പറഞ്ഞു നിങ്ങൾ ന്യൂനപക്ഷ പ്രീണനമാണ് LDF നടത്തുന്നത്. എന്നാൽ അപ്പുറത്ത് വേറൊരു വിഭാഗം പറഞ്ഞു നിങ്ങൾ ഭൂരിപക്ഷ പ്രീണനത്തിന് ശ്രമിക്കുക. ഇതായിരുന്നു LDFിനെതിരായ പരാതി. ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു കാര്യം UDFിന്റെ മുന്നണി ശിഥിലമായി. ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ UDF സ്ഥിരമായി അവർ ജയിച്ചിരുന്ന 4 നൂറ്റാണ്ടിലേറെയായി അവർ ജയിച്ചിരുന്നതായിട്ടുള്ള സീറ്റുകളിൽ അവർ പരാജയപ്പെട്ടു.
അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം പിണറായി വിജയന്റെ ഗവൺമെന്റിൽ അവിശ്വാസ പ്രമേയം രേഖപ്പെടുത്താനായിട്ട് അവതരിപ്പിച്ച പ്രമേയം അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് പിരിയുമ്പോഴേക്കും UDF സ്വന്തം മുന്നണിയിൽ അവിശ്വാസം രേഖപ്പെടുത്തി. ആ UDF ശിഥിലമാവുകയും LDFിലെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയുമാണ് ചെയ്തത്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയാവുന്ന അത്തരത്തിൽ ആ സ്ഥാപനങ്ങളിലേക്ക് പഞ്ചായത്ത് മുതൽ നമ്മുടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വരെ തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾ ഈ കൺവെൻഷൻ ചേരുന്നതായിട്ടുള്ള ഈ യോഗം ചേരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പറഞ്ഞവർ ഞങ്ങൾ ഇവിടെ അധികാരത്തിൽ വരും. ഏറ്റവും തെക്കേറ്റത്ത് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ഞങ്ങൾ ഭരിക്കും എന്നാണ് അവർ പറഞ്ഞത്. അറിയാമല്ലോ, നേരത്തെ പ്രശാന്ത് മേയറായിരിക്കുമ്പോൾ LDF ഭൂരിപക്ഷം ഇല്ല. പ്രശാന്ത് വട്ടിയൂർക്കാവിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുന്നു. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം ഉണ്ടാക്കിയത് ഏത് പാർട്ടിക്ക് വേണ്ടി എന്നുള്ളതിനേക്കാൾ ആർക്ക് വേണ്ടി എന്നുള്ളതാണ് ചോദ്യം. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിന്റെ ജെറിമാൻഡറിംഗ് നടത്തി വെച്ചിട്ടുള്ളത് കണ്ടാൽ തന്നെ എല്ലാവർക്കും ബോധ്യപ്പെടുന്നത് ആ മണ്ഡലം ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ്. അവിടെയാണ് പ്രശാന്ത് ജയിച്ചത്. പ്രശാന്ത് ചുറ്റികാലുവാൻ നക്ഷത്രം അടയാളത്തിൽ ജയിക്കുമ്പോൾ വാസ്തവത്തിൽ LDFിനെതിരായി ചില സാമുദായിക ശക്തികൾ വീടാന്തരം നടന്നുകൊണ്ട് അഭ്യർത്ഥിച്ചു. നമ്മളതെല്ലാം കണ്ടതാണ്. ജാതി പറഞ്ഞ, സമുദായം പറഞ്ഞ് അങ്ങനെ തന്നെയാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. അവിടെ വീടുകളിലെല്ലാം ചെന്ന് ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോഴാണ് ചില വീട്ടമ്മമാർ പറഞ്ഞത്, ഭക്തി പുഴുങ്ങി തിന്നാൻ പറ്റുമോ? വോട്ട് എന്നത് രാഷ്ട്രീയമാണ്. എല്ലാ തീരുമാനവും രാഷ്ട്രീയമാണ്. 24 മണിക്കൂർ കറണ്ട് രാഷ്ട്രീയമാണ്. തീരുമാനം രാഷ്ട്രീയമാണ്. എല്ലാ വീട്ടിലും കുടിവെള്ളം രാഷ്ട്രീയ തീരുമാനമാണ്. പള്ളിക്കൂടങ്ങളുടെ നവീകരണവും ആശുപത്രികളുടെ ശക്തിപ്പെടുത്തലുമെല്ലാം രാഷ്ട്രീയ തീരുമാനമാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രാഷ്ട്രീയ തീരുമാനമാണ്. ഇവിടെ കമ്പിയില്ലാതെ വാർക്കപ്പണി നടത്താമെന്ന് മെറ്റലും അതുപോലെ തന്നെ സിമന്റും ഇല്ലാതെ കോൺക്രീറ്റ് നടത്താമെന്ന് UDF ഗവൺമെന്റ് കാണിച്ചു തരുമ്പോൾ 100 കൊല്ലത്തെ ഉറപ്പ് പുതുക്കപ്പെടുന്ന പാലത്തിന് അത്തരത്തിൽ സമ്മാനിക്കുന്നത് അത് രാഷ്ട്രീയ തീരുമാനമാണ്. പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് അത്തരത്തിൽ സൗജന്യമായ കാര്യങ്ങൾ ചെയ്യും രാഷ്ട്രീയ തീരുമാനമാണ്. ഇവിടെ ഇപ്പോൾ ഇക്കാലത്ത് പെൻഷൻ കൊടുത്താൽ, കിറ്റ് കൊടുത്താൽ ഇതെല്ലാം വോട്ട് നേടാനാണ് എന്ന് പറയുന്നത്. ഈ കേരളത്തിൽ 100 കണക്കിന് ആനയുണ്ട്. അമ്പലത്തിൽ ഉത്സവമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആന പട്ടതിയാവും. ഈ ആനയെ പോറ്റുന്ന ആളിനെ സംബന്ധിച്ച് പണ്ട് കാലത്ത് പറയാം, ആന ചത്താലും ജീവിച്ചാലും പന്തിയിലായോ. ഇപ്പൊ ആനയുടെ കൊമ്പൊന്നും എടുത്ത് കൈവശം വയ്ക്കാൻ പറ്റില്ല, അകത്തായി പോകും. അപ്പൊ ആന ചത്തുപോയാലും ആനയുടെ കൊമ്പും വെല്ലൊന്നും എടുക്കാൻ കഴിയില്ല. ആനയെ പോറ്റണം. ഈ ആനയെ പോറ്റുന്നതിന് വേണ്ടിയിട്ട് പോലും കോടിക്കണക്കിന് രൂപ കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്തത്. ആനയ്ക്ക് വോട്ടുണ്ടായിട്ടാ? ആന കൊണ്ട് തെരഞ്ഞെടുപ്പ് അടയാളമായിരുന്നു എന്നുള്ളത് ശരി. പക്ഷെ ആനയെ പോറ്റാൻ പോലും ആ വിധത്തിൽ പണം കൊടുത്തത് ഇവിടെ പരുന്തിന്, കാക്കയ്ക്ക്, നായയ്ക്ക്, പൂച്ചയ്ക്ക്, ഈ പറയുന്ന ആനയ്ക്കെല്ലാം വോട്ടുണ്ടായിട്ടല്ല. ഇത് കേരളത്തിന്റെ ഒരു മാതൃകയാണ്. നമ്മൾ അതിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ഈ നമ്മുടെ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിലാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അപ്പൊ ഞാൻ ചുരുക്കുക, ഞങ്ങൾ സർക്കാർ ജീവനക്കാരായിട്ടുള്ളവർ നമ്മുടെ പലരും ഒക്കെ തന്നെ നമ്മുടെ അമ്മ അവർ ജോലി ചെയ്യുമ്പോൾ ആ വീട്ടമ്മമാർ ചെയ്യുന്ന ജോലി നമ്മൾ എങ്ങനെയാണ് അതിനെ ഒരു മോണിറ്ററി ടേംസിൽ നമ്മൾ വിലയിരുത്തുക, എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക? രാവിലെ സൂര്യനെ വിൽക്കുന്നതിന് മുമ്പ് അവർ എഴുന്നേൽക്കുക. അവർ രാവിലെ തൊട്ട് രാത്രി വരെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുക. കുട്ടികളുടെ, ഭർത്താവിൻ്റെ, അമ്മായിയപ്പൻ്റെ, അതിൻ്റെ വീട്ടിൽ പശുവോ കോഴിയോ ആടുമാടുകളോ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, വീടും പറമ്പും മറ്റു കാര്യങ്ങളെല്ലാം നോക്കുക. എല്ലാ തുണിയും എല്ലാം അരക്കി വൃത്തിയാക്കി ഇതെല്ലാം വയ്ക്കുക. ഇതെല്ലാം അവർ ചെയ്യുക. അവർക്കറിയാൻ ശമ്പളം കൊടുക്കാറില്ലല്ലോ. എക്കണോമിക്സ് പഠിച്ചപ്പോഴേ, അതുകൊണ്ട് കോളേജിലൊക്കെ നമ്മൾ എക്കണോമിക്സ് പഠിച്ചപ്പോഴത്തേക്ക് മാഷന്മാരും ടീച്ചർമാരും പഠിച്ചിട്ടുണ്ട്. അതൊരു വാചകമുണ്ടല്ലോ, when the housemaid becomes the housewife, the gross national income comes down. വീട്ടിലെ ജോലിക്കാരിയായിട്ട് അവിവാഹിതരായ ജോലിക്കാരിയുണ്ട്. ഒരു അവിവാഹിതനായ യുവാവിന് വേണ്ടി അവിടെ വന്നാത്തരത്തിൽ ജോലിയെല്ലാം ചെയ്യുന്നു. എല്ലാ മാസവും ആ ജോലിക്കാരിക്ക് ശമ്പളം കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ജോലിക്കാരിക്ക് ശമ്പളം കൊടുക്കുന്നത് എന്നേക്കുമായി അവസാനിപ്പിക്കാനായി തൻ്റെ ജീവിത സഖ്യയാക്കി അങ്ങ് മാറ്റിയ പിന്നെ ഭാര്യയ്ക്ക് ഭർത്താവ് ശമ്പളം കൊടുക്കുന്നില്ലല്ലോ. അതോടുകൂടി തന്നെ ഗ്രോസ് നാഷണൽ ഇൻകം കംസ് ഡൗൺ. മറ്റേതന്നെയാണ്, ശമ്പളം സർക്കാരിൽ നിന്ന് കിട്ടി ആ ചെറുപ്പക്കാരന്, ഒപ്പം ഈ പറയുന്ന സ്ത്രീക്ക് ശമ്പളമായി കൊടുത്തു. അപ്പൊ ഈ കയ്യിൽ കിട്ടിയ ഈ 30,000 രൂപ അതിൽ നിന്നും അവർക്ക് കൊടുത്തായി 30+5 35,000. അപ്പൊ ഗ്രോസ് നാഷണൽ ഇൻകത്തിൽ അവിടെ വർധനമുണ്ടായി. ഇപ്പൊ ഇത് കൊടുക്കുന്നില്ല, അതോടുകൂടി അത് താഴെ. ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് ആണല്ലോ ഈ വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയിൽ ആദ്യമായി കർഷക തൊഴിലാളികൾക്ക് ഒരു 45 രൂപ പെൻഷൻ കൊടുക്കാൻ വയനാട് ഗവൺമെന്റ് 80-82 പണ്ട് തീരുമാനിച്ചപ്പോൾ നിങ്ങൾ പല ആളുകളും കുട്ടികളാണ്, ഞാനും ഒരു വിദ്യാർത്ഥിയാണ്. അന്ന് 45 രൂപ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിന്റെ എതിരെയുള്ള ആനന്ദ ഭവന്റെ ഒരു നേരത്തെ വെജിറ്റേറിയൻ യൂണിറ്റ് അന്നത്തെ വില എന്ന് പറയുന്നത് 90 പൈസയാണ്. സ്പെഷ്യൽ മീൽസിന് 1.25 രൂപ, പായസമൊക്കെ ഉണ്ട്. സാധാരണ വെജിറ്റേറിയൻ യൂണിറ്റ് 90 പൈസയാണ്. അന്നാണ് 45 രൂപ ഈ പറയുന്നത്. ഈ 45 രൂപ കൊടുത്തപ്പോഴാണ് അന്ന് ചില വലിയ പ്രമാണിമാർ പറഞ്ഞത് ഇവർക്ക്
വർദ്ധിച്ച് ഇവിടം വരെ എത്തിയത്. വാസ്തവത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിതായുസുള്ള ജനതയാണ് കേരളത്തിലുള്ളത്. ഇന്ത്യയിലെ പ്രതീക്ഷിതായുസിനേക്കാൾ കേരളത്തിലെ പ്രതീക്ഷിതായുസ് കൂടുതലാണ്, 10 വർഷം കൂടുതലാണ്. അവിടെ ഏറ്റവും നല്ലതാണ് ഇത്. നമ്മൾ ഈ വർത്തമാനം പറയുന്നതിനൊക്കെ നല്ലത് അടുത്ത കാലത്തുള്ള ഒരു പരസ്യമുണ്ടല്ലോ. സാധാരണ ഈ ടെലിവിഷനിലൊക്കെ നമ്മൾ പരസ്യം, സർക്കാർ പരസ്യമാണെങ്കിൽ അധികമൊന്നും ആരും കാണാറൊന്നുമില്ല. അപ്പോൾ തന്നെ ചാനലങ്ങ് മാറ്റും. അതുപോലൊരു പരസ്യം അതിന് ഈ നാട്ടിലെ ജ്വല്ലറിക്കാരനും പിന്നെ ഏതെങ്കിലും ഈ ജൗളി കച്ചവടക്കാരനും പോലും അതുപോലൊരു പരസ്യം ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ അടുത്ത കാലത്തൊന്നും ഇത്രമാത്രം നമ്മുടെ എല്ലാം ഉള്ളിൽ തട്ടിയ ഒരു പരസ്യം വന്നിട്ടില്ല. ഒരു വീട്ടിലെ വീട്ടമ്മ നൈറ്റ് കൊണ്ട് അവർ അടുത്ത നേരത്തെ ഭക്ഷണം പാചകം ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞാൽ ഇനി അടുത്ത നേരത്തേക്ക് എന്ത് എന്നുള്ളതാണ് അവരുടെ ചിന്ത എന്നുള്ളതാണ് മുഖത്തിൽ നിന്ന് വ്യക്തമാവും. 2 മക്കൾ അവരുടെ ചുറ്റുവട്ടത്തിരിക്കണമെന്ന് കറങ്ങുകയാണ്. സൂര്യനെ ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ 2 പിള്ളേരൊന്ന് കറങ്ങുകയാണ്. എന്താ കാര്യം? വിഷുവാണ്. വിഷുവിന് പടക്കം മാറ്റണം. പടക്കം മാറ്റാൻ പണം വേണം. പണത്തിന് അമ്മയുടെ കാര്യം ചുറ്റുന്നത്. അമ്മയുടെ കയ്യിൽ പണമില്ല എന്നുള്ളത് കൊണ്ട് ഈ അമ്മ ദേഷ്യപ്പെടുകയാണ്. കുട്ടികളെ തല്ലാനായി അവർ തവിയോ മറ്റോ എടുക്കാൻ പോവുകയാണ്. കുട്ടികൾ കണ്ണ് മുറഞ്ഞുകൊണ്ട് ഒരു പണവും കയ്യിലില്ല. അമ്മയുടെ കയ്യിൽ ഞങ്ങൾക്ക് പടക്കം വയ്ക്കാൻ കഴിയുന്നില്ല. തൊട്ടപ്പുറത്ത് കൂത്തിരിയുടെ ശബ്ദം, അപ്പുറത്ത് പടക്കം വയ്ക്കുന്ന ശബ്ദം, കൂട്ടുകാർ അവരുടെ ആരവം. ഈ ഒരു 7-8 വയസ്സുള്ള ആൺകുട്ടിയും 4-5 വയസ്സുള്ള പെൺകുട്ടിയും അവർ പതുക്കെ വിഷമിച്ച് പുറത്തേക്ക് പോകുമ്പോൾ ഒരു അമ്മൂമ്മ, ആ വീട്ടിലെ അമ്മൂമ്മ, ആ അമ്മൂമ്മ തൻ്റെ മടിയിലൊരു തകരപ്പെട്ടി തുറന്നു വെച്ചിട്ട് വിളിക്കുകയാണ്, ശങ്കരാ നീ വാ. അമ്മൂമ്മ കൊച്ചുമകനെ വിളിക്കുകയാണ്, കൊച്ചുമകളെ വിളിക്കുകയാണ്. ആ അമ്മമ്മയുടെ തകരപ്പാട്ടയിൽ അവരുടെ കയ്യിലിരിക്കുന്നതായുള്ള 500 200 100 50 നോട്ടുകൾ, അതിൽ ചില നോട്ടുകൾ എടുത്ത് ആ കൊച്ചുമക്കൾക്ക് കൊടുത്തിട്ട് പോയി പടക്കം വാങ്ങിച്ചു അഭിഷേകം. പിന്നെ കാണുന്നത് ഈ അമ്മൂമ്മയും അമ്മയും കൊച്ചുമക്കളുടെ എല്ലാം മുഖം പ്രസന്നമായും പ്രകാശമാനമായിരിക്കുന്നതും കുട്ടികൾ ഈ പൂത്തിരിയെല്ലാം കത്തിക്കുന്നതുമാണ്. ഈ കേരളത്തിൽ അത്തരത്തിൽ അമ്മൂമ്മയുടെ കയ്യിലേക്ക് ഓരോ മാസവും 1600 രൂപ എത്തുന്നത്. ഇത് നിർത്തലാക്കണം. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അഡ്വാൻസ് ആയി പോലും കിട്ടരുത്. വിഷുവാണ് വരുന്നത്, ഈസ്റ്ററാണ് 4-ാം തീയതി, നോമ്പ് കാലം തുടങ്ങാൻ പോവാണ്. ഇത് കൊടുക്കരുത് എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരത്തിൽ കത്തെഴുതിയതാരാണ്? അന്നം മുടക്കി എന്നല്ലാതെ പിന്നെ വേറെ സഭ്യമായ ഭാഷയിൽ എന്ത് വിളിക്കും? അന്നം സഭ്യമായ ഭാഷയാണ്, മുടക്കി സഭ്യമായ ഭാഷയാണ്. സാധാരണ ഭാഷയിൽ ഈ ഭാഷയിലല്ലാതെ എന്ത് പറയാം? വിശന്നിരിക്കുന്ന ഒരാളിന് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ പാചകം ചെയ്ത് ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നത് ഒരു പുണ്യമായ കാര്യം. ശരി, പാത്രത്തിൽ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് 2 കൈയിലും മണ്ണ് വാരി ആ പാത്രത്തിൽ വിട്ടതിന് ശേഷം കാലുമടക്കി അടിക്കുന്ന ആളിനെ എന്താ വിളിക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ കത്തെഴുതിയതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് കൊടുക്കരുതെന്ന് തീരുമാനിച്ചു. അപ്പോഴെങ്കിലും നമ്മൾ അറിയുന്നത് എന്തിന്റെ പേരിലാണ് ഇങ്ങനെ തീരുമാനമെടുത്തത്? ഓണം വരുമ്പോഴും വിഷു വരുമ്പോഴും ഇന്നത്തെ ക്രിസ്മസ് വരുമ്പോഴും എല്ലാം നേരത്തെയാണ് കൊടുക്കുക. ലോകത്തെല്ലായിടത്തും ക്രിസ്മസ് ഡിസംബർ 25-നാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലുള്ള കാര്യത്തിൽ മാത്രമായി ഒരു വ്യത്യാസമൊന്നുമില്ല. എന്നാൽ കേരളത്തിലെ ഗവൺമെന്റ് എപ്പോഴും ചെയ്യാറുള്ളത് എന്താണ്? പ്രത്യേകിച്ചും LDF ഗവൺമെന്റ് അതിനൊക്കെ എത്രയോ ആഴ്ചകൾക്ക് മുമ്പാണ് ഇപ്പറയുന്ന കാര്യങ്ങളെല്ലാം നൽകുക. വിഷുവിന് വളരെ മുമ്പാണ് നൽകുക. 25-ാം തീയതിയാണ് ക്രിസ്മസ്. അതുകൊണ്ട് 24-ാം തീയതി മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഈവിന് കിട്ടിയാൽ മതി. ഇവിടെ നമ്മുടേതായിട്ടുള്ള ഈ പൊതുവിതരണ ശൃംഖലയിൽ കൂടി എത്ര ആഴ്ച എടുത്താലാണ് ഇത് വിതരണം ചെയ്ത് നൽകുക? ഒരു റേഷൻ കടയിൽ കാണ്ടുവോട്ടർമാരായിട്ടുള്ള ആളുകൾ മുഴുവനും കൂടി ചെന്നാൽ 2-3 ദിവസം കൊണ്ട് അവരുടെ എല്ലാ സാധനങ്ങളും കൈപ്പറ്റാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇത് കൊടുക്കുന്ന തട്ടിക്കറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് ഉത്തരം പറയാൻ ഇതുവരെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല, UDF-ന് കഴിഞ്ഞിട്ടില്ല. അവരിപ്പോഴും പിന്നെ അടുത്തവർ പറഞ്ഞുകൊണ്ടിരിക്കുക. നേരത്തെ ഇവിടെ അശോകം പറഞ്ഞുകൊണ്ട് അവരിപ്പോഴും ശബരിമല വിഷയത്തിൽ ശ്രീ VM സുധീരൻ തന്നെ പറയുകയുണ്ടായി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പിലാണ്, ഭരണഘടനാ ബെഞ്ചിന്റെ കയ്യിലാണ്. ഇക്കാര്യത്തെ സംബന്ധിച്ച് എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യം, എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാവുന്ന കാര്യം, തീരുമാനിക്കപ്പെടേണ്ടത് അവിടെയാണ്. ഇക്കാര്യത്തെ സംബന്ധിച്ച് വേറെ ആർക്കും ഒന്നും ചെയ്യാനായിട്ടൊന്നുമില്ല. ഇത് തന്നെയാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയത്തേക്കാൾ കനത്ത പരാജയം ഏറ്റുവാങ്ങാമെന്ന് മാർച്ച് മാസം 17-ാം തീയതി ശ്രീ VM സുധീരൻ തന്നെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു. ഇവിടെ അത് മാത്രമല്ലല്ലോ, UDF-നെ സംബന്ധിച്ചുള്ളത് UDF ചെന്നെത്തി നിൽക്കുന്ന അപകടകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമത്തിലാണ് അവർ നടത്തുന്നത്. കാര്യം എന്താ? കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനത്തിന്റെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെ അവർ മുന്നണി ഉണ്ടാക്കിയത് ആരൊക്കെയായിട്ടാണ്? SDPI-ആയിട്ട് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടാണ്. SDPI ജമാഅത്തെ ഇസ്ലാമിയുമായ മുന്നണി ഉണ്ടാക്കിയതിന് അത്തരത്തിൽ മുന്നണി തന്നെ ഉണ്ടാക്കിയത്. അത് പാലം ഉണ്ടാക്കി കൊടുത്തത് കോണി വെച്ചാണ് പാലം ചെയ്തത്. ഏത് കോണി? മുസ്ലിം ലീഗിന്റെ കോണി. ആ മുസ്ലിം ലീഗിന്റെ കോണിയെടുത്ത് പാലം വയ്ക്കുന്നതിന് ശ്രീ MMS ആണ് അതിന് നേതൃത്വം നൽകിയത്.
കേരളത്തിൽ ജനത അംഗീകരിച്ചില്ല. ഇവിടെ തിരുവനന്തപുരം നഗരത്തിലെ നമ്മുടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലടക്കം നിങ്ങൾ നോക്കൂ. ഇപ്പോൾ പ്രശാന്തിന് ശേഷം ശിവകുമാർ മേയറായിരുന്നു, അതിനുശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പിൽ LDF വ്യക്തമായ ഭൂരിപക്ഷമാണ്. LDF വ്യക്തമായ ഭൂരിപക്ഷം തിരുവനന്തപുരം നഗരസഭയിലില്ലേ. BJPക്ക് മുന്നേറാനായി കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പുമെല്ലാം തന്നെ വോട്ട് കച്ചവടം നടത്തിയതിൻ്റെതായിട്ടുള്ള ദുരനുഭവം എന്ത് പറ്റി കോൺഗ്രസിനെ സംബന്ധിച്ച്? അവര് നേരത്തെ നിയമമണ്ഡലത്തിൽ അവർ നൽകിയിട്ടുള്ളത് കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലാണ് LDFന്റെയോ UDFന്റെയോ സ്ഥാനാർത്ഥികൾ മത്സരിച്ച് കെട്ടിവെച്ച കാശ് കിട്ടാത്തതായിട്ടുള്ള ഒരു മണ്ഡലം 140 എവിടെയെങ്കിലും ഉണ്ടോ? BJPക്ക് ചിലടത്തുണ്ടാകും. ദേവകുളം പോലെ അങ്ങനെ നിരവധി മണ്ഡലങ്ങൾ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ ഒരു പക്ഷേ കെട്ടിവെച്ച കാശ് കിട്ടാത്തതായിട്ടുള്ള നിരവധി മണ്ഡലങ്ങൾ ഉണ്ടാകും. എന്നാൽ LDFനും UDFനും മുന്നണിയായി നിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കെട്ടിവെച്ച കാശ് ആകെ പോൾ ചെയ്തതിന്റെ 6 വോട്ട് കിട്ടാത്ത ഒരു മണ്ഡലവും ഇല്ല. ഞങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ എന്താ പറ്റിയത് എന്ത് ശ്രീ ഓരോ രാജഗോപാൽ പറഞ്ഞിട്ട് അത് തന്നെയാണ് ശ്രീ പത്മനാഭൻ എന്ന് പറഞ്ഞിട്ടുള്ളത് BJPയുടെ നേതാവ്. വോട്ട് കച്ചവടം എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ല. 1991 മുമ്പ് തന്നെ അവരുടെ മൂളയിലെ മൂശയിൽ ഉദയം ചെയ്തത് 91 വടകരയിലും മേൽക്കോട്ടിലും നടപ്പാക്കി. അങ്ങനെയാണ് ഡോക്ടർ മാധവൻകുട്ടി, അപ്പുറത്ത് അഡ്വക്കേറ്റ് രത്നസിംഗ്. ഇത് കേരളത്തിന്റെ പൊതുസമൂഹം തള്ളിക്കളഞ്ഞതാണ്. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാനായി അവർ ശ്രമിക്കുകയും നമ്മുടെ കഴിഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണയും ഇതിനു മുമ്പുമെല്ലാം അവർ ചെയ്തത് തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യൻ അധികാരത്തിലുള്ള പാർട്ടി, ഞങ്ങളാണ് ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനാണ് നിൽക്കുന്നതെന്ന് മക്കളോട് തുറന്നത് ഇനിയും കൂട്ടാനാണോ എന്ന് പറയുന്ന ആളുകൾക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് പറയേണ്ടത്? അവർ ചോദിക്കേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? സംസ്ഥാന മഹിളാ മോർച്ചയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആണ് ബൈ പ്രൊഫഷൻ. ഗുരുവായൂർ മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോവുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം എന്ത് പറയും? ഡെമ്മി സ്ഥാനാർത്ഥി ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? തലശ്ശേരി മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോവുക എന്ന് പറഞ്ഞാൽ ആ ജില്ലയിലെ BJPയുടെ പ്രസിഡന്റിന്റെ പത്രികയാണ് തള്ളിപ്പോയത്. വഴിയെ പോയി ഒരുത്തം പൂരിപ്പിച്ചു കൊടുത്തതല്ല. എന്താ ഡെമ്മി സ്ഥാനാർത്ഥി? ഈ കേരളത്തിൽ ആദ്യമായി വർഗീയ സംഘടനത്തിന്റെ വഴി തുറക്കാൻ RSS ശ്രമിച്ചത് തലശ്ശേരിയിലാണ്. തലശ്ശേരി പള്ളി ആക്രമണത്തോടു കൂടിയാണ് അവരെതിരെ ശ്രമിച്ചത്. CPIഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന സഖാവ് UK ബാലകൃഷ്ണൻ കൊല ചെയ്യപ്പെട്ടത് ആ പള്ളി RSSകാർ ആക്രമിക്കാൻ വരുന്നുവെന്നുള്ള ആ വിവരം മുൻകൂട്ടി ലഭിച്ചതുകൊണ്ട് ആ ആരാധനാലയം അത്തരത്തിൽ ആക്രമിക്കപ്പെടാതിരിക്കുന്നതിന് കാവലിരുന്നതിനെ തുടർന്നാണ് സഖാവ് ബാലകൃഷ്ണൻ UK ബാലകൃഷ്ണൻ കൊല്ലപ്പെടുന്നത്. CPIഎമ്മിന്റെ പ്രവർത്തകനാണ്. ഈ കേരളത്തിൽ വർഗീയ സംഘടനകൾ അത്തരത്തിൽ കെട്ടഴിച്ചു വിട്ടത് മാത്രമല്ല, അതിനുള്ള ശ്രമങ്ങൾ ചാലകം പോകണം. UDF ഗവൺമെന്റിന്റെ കാലത്താണ് വെന്ത് വെണ്ണീറായത്. ഇപ്പൊ നമ്മൾ ഭരിക്കുന്നു, LDFന്റെ ഗവൺമെന്റ്, നമ്മളിവിടെ ജീവിക്കുന്നു. 5 കൊല്ലക്കാലം കേരളത്തിൽ ഒരു പള്ളിയുടെ, ഒരു അമ്പലത്തിന്റെ, ഒരു പൊങ്കാലയുടെ, ഒരു ഓശാനയുടെ, ഒരു വാങ്കുളിയുടെ, ഏതെങ്കിലും ഒരു അത്തരത്തിലുള്ള ആരാധനയുടെ പേരിൽ, എഴുന്നള്ളിപ്പിന്റെ അല്ലെങ്കിൽ ഉത്സവത്തിന്റെ പേരിൽ ഒരിടത്തും സംഘടന ഉണ്ടായിട്ടില്ല, ഒരു വെടിവെപ്പ് ഉണ്ടായിട്ടില്ല. ഇവിടെ ശവശരീരങ്ങളെടുത്ത് ഘോഷയാത്ര നടത്തേണ്ടുന്ന ഗതികേട് ഉണ്ടായില്ല കേരളത്തിൽ. അത് നമ്മളോടാണ്. ഏത് ആഘോഷം വന്നാലും വെടിവെപ്പും കൂട്ടക്കുരുതിയും നടക്കുകയും വംശഹത്യ നടക്കുകയൊക്കെ ചെയ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് നേതാക്കന്മാർ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? ആഘോഷത്തിൻ്റെതായ അത്തരത്തിലുള്ള ആരവങ്ങൾക്ക് പകരം മനുഷ്യന്റെ ദീനരോധനങ്ങൾ അത്തരത്തിൽ കേൾക്കുന്ന നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നമ്മുടെ നാട്ടിന്റെ മലമൈത്രയും സമുദായ സൗഹാർദ്ദം കൊണ്ട് അവർ ചോദിക്കണം, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? നമ്മുടെ നേടിയിട്ടുള്ള നേട്ടങ്ങൾ നിലനിർത്തണം. ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, പുറക്കാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കൂടിയാണ്. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ ഗുണം അറിയില്ല എന്ന് പറയുന്നത് പോലെ വളരെ ലഘുവായി ഇതിനെ കാണാൻ LDF ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് ഏറ്റെടുത്ത പദ്ധതികൾ, ഇടമൺ കൊച്ചി പവർ ലൈൻ പൂർത്തിയാക്കിയത് കൊണ്ടാണ് 24 മണിക്കൂർ വൈദ്യുതി ലഭിക്കുന്നത്. ഒപ്പം നമ്മുടെ വൈദ്യുതോത്പാദനത്തിൽ വർധനവും ഉണ്ടായി. ഗെയിൻ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തീകരിച്ചത് ഇവിടെയാണ്, നമ്മുടെ നാട്ടിൽ. അപ്പോൾ BJPക്കാർ പറയും അത് കേന്ദ്രം, ഞങ്ങൾ കേന്ദ്രം. UDF ഗവൺമെന്റിന്റെ കാലത്ത് ആരാ ഇന്ത്യ ഗവൺമെന്റ്? എന്താ അപ്പം പൂർത്തിയാക്കിയില്ല? ഇപ്പോഴല്ലേ പൂർത്തിയാക്കിയുള്ളൂ അല്ലേ? അപ്പോൾ ഇപ്പൊ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഉള്ളത് കൊണ്ട്, ആ പറയുന്ന നമ്മുടെ ആ ദിശാബോധം നമുക്കുള്ളത് കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. ഇവിടെ സിറ്റി കാസ് ലൈൻ പദ്ധതി അടക്കം വരുമ്പോഴേ വാഹനങ്ങളിലേക്ക് നിങ്ങൾ
LNG ഉപയോഗിക്കൽ മാത്രമല്ല, വർക്ക്ഷോപ്പുകളിലും റെസ്റ്റോറൻറ്റിലും മാത്രമല്ല, നമ്മുടെ വീട്ടിലേക്ക് അടക്കം ഇപ്പോൾ പല വീട്ടിലും മറ്റേ വാട്ടർ അതോറിറ്റിയുടെ ടാപ്പ് തുറന്ന് റീഡിങ് നടത്തുമല്ലോ. ഈ വൈദ്യുതിയുടെ നമുക്ക് മറ്റേ മീറ്റർ റീഡിങ് നടത്തുമല്ലോ. അങ്ങനെയാണല്ലോ. അതുപോലെ അടുപ്പിലേക്ക് നമ്മൾ ഈ പാചകം ചെയ്യാനായി കത്തിക്കുമ്പോൾ അത് ഒരു മീറ്റർ വെച്ച് വരുമ്പോൾ ഇന്ന് ഉള്ള പാചകവാതകത്തിന് നിങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ പകുതി വിലയ്ക്ക് നമുക്കിത് കിട്ടുന്ന നിലയിലേക്ക് എത്തും. അതിനേക്കാൾ നമുക്ക് ലാഭമാണ് ഉണ്ടാവാൻ പോവുക. കാര്യം ഇവിടെ പിണറായി വിജയൻ കിറ്റ് കൊടുത്താൽ നരേന്ദ്രമോദി അടുക്കളയിലെ ഗ്യാസ് കൂട്ടുന്ന കാലത്താണ് ജീവിക്കുന്നത്. ഇന്ധന വില വർധനം ആ രീതിയിലേക്ക് എത്തിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. LPGയുടെ വിലയടക്കം അത്രമാത്രം വർദ്ധിക്കുന്ന കാലത്ത് ഈ പറയുന്ന ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പൈപ്പ് ലൈൻ അത് കേരളത്തിൽ അത് പൂർത്തീകരിക്കാതിരിക്കുന്നതിന് അവിടെ നേരത്തെ അത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലും മറ്റു ചിലരുടെ നേതൃത്വത്തിലും എല്ലാം നട്ടാൽ കൊടുക്കാത്ത നുണകളെല്ലാം കെട്ടഴിച്ചു വിട്ടുകൊണ്ട് ആളുകളെ രംഗത്തിറക്കി പ്രക്ഷോഭങ്ങളിലേക്ക് വലിച്ചിഴക്കാൻ ശ്രമിച്ചാൽ നമുക്കറിയാം. വികസനത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ, അതിന് ഒരുപാട് കാര്യങ്ങൾ, അതിന് വേണമെങ്കിൽ പരിസ്ഥിതി മൗലികവാദം പോലെ ഉന്നയിക്കും. ഞാൻ ഒരു ഉദാഹരണം പറയാം. വയൽക്കിളികൾ എന്ന് പറഞ്ഞ ഒരു കാലത്ത് കുറെ കേട്ടില്ലേ? വയൽക്കിളികൾ വെട്ടുകിളികൾ എന്ന് പറയും പോലെയാണ് വയൽക്കിളികൾ. മലയാള മനോരമയ്ക്കും മാതൃഭൂമിക്കും വയൽക്കിളികൾ. ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നാണ്. ഈ കിളികളെല്ലാം ആരുടെ കിളികളായിട്ടാണ് ഡൽഹിയിൽ കറങ്ങി നടന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തേ അവിടെ എല്ലാം കൊണ്ടു നടന്ന മന്ത്രിമാരുടെ ഓഫീസിലെല്ലാം കൊണ്ടുപോയി അവിടെയെല്ലാം ഡൽഹിയെല്ലാം കണ്ട് തിരിച്ചു വന്നിട്ട് വയൽക്കിളികൾക്ക് വയൽക്കിളികൾ എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നത് CPIMനെ LDFനെ പിണറായി ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താനായി അതിന് ഈ രാജ്യത്ത് അത്തരത്തിലുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തും. അതിനുവേണ്ടിയായിരുന്നു അല്ല. ഞാൻ നിർത്തുന്നതിനും ഒരു ചോദ്യം, നിങ്ങളുടെ ചങ്ങാതിമാരോട് നിങ്ങൾ തന്നെ പോയി ഇത്തരം കാര്യങ്ങളിൽ എന്നപ്പോൾ ഈ ഒരു കൺവെൻഷൻ നിങ്ങളിവിടെ ഇത്തരത്തിലൂടെ വിളിച്ചു കൂടി സമ്മതം ഒന്നും സംസാരിക്കും, നിങ്ങൾ തന്നെ പ്രസംഗിക്കും, നമ്മളിവിടെ തീരുമാനമെടുക്കുമ്പോൾ അപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് ഇത് കേരളത്തിൽ നമ്മുടെ ജീവിക്കുന്നത് കൊണ്ട് ഇവിടെ ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്നത് നമ്മുടെ രക്ഷകർത്താക്കൾ മാത്രമല്ല, നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് എന്നുള്ളത്, നമ്മുടെ അയൽക്കാർ ഉൾപ്പെടെയുള്ളവരാണ് എന്നുള്ളത് മറന്നു പോകരുത്. നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞില്ല എങ്കിൽ രാഷ്ട്രീയം അപ്രത്യക്ഷമാകുന്നിടത്ത് വേറെ പലതുമാണ് കയറി വരുന്നത്. രാഷ്ട്രീയം അപ്രത്യക്ഷമാകുന്നിടത്ത് വിനാശകരമായ മറ്റു പലതുമാണ് കടന്നു വരുന്നത്. ഒരു വലിയ പ്രയോജനമുണ്ട്. നമ്മളിപ്പോൾ ഈ ചിലപ്പോൾ ആരാധനാലയങ്ങളിലൊക്കെ പലരും പോകുമ്പോൾ അവിടെയെല്ലാം നമ്മുടെ ഈ മൊബൈൽ നമ്പറും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത് വെച്ചിട്ട് ചില ആളുകൾ ചില ഗ്രൂപ്പുകളിലെല്ലാം പെടുത്തി രാവിലെ ആകുമ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് ഈ വാട്സാപ്പൊക്കെ ഉള്ളവർക്കാണെങ്കിൽ രാവിലെ വന്ദനം, ആദ്യ ദിവസം കുഴപ്പമില്ല വന്ദനം, അടുത്ത ദിവസം സുപ്രഭാതം, അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്നത് കൊള്ളാം, നല്ല കൊള്ളാം. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ശിവനും പാർവതിയും നല്ലതാണ്. കാരണം പാർവതി ദേവിയെ നമ്മൾ വന്നിച്ചാൽ പരമശിവനെ വന്നിച്ചതിന് സമമാണ് എന്നുള്ളത് കൊണ്ട് അർത്ഥനാരീശ്വര സമ്പർക്കം. തെരഞ്ഞെടുപ്പ് അടുത്തടുത്തേക്ക് വരുമ്പോഴേക്കായിരിക്കും ഈ കാര്യത്തിനെ സംബന്ധിച്ച് അത് വേറെ തെരഞ്ഞെടുപ്പ് അടയാളങ്ങളും ചിഹ്നങ്ങളും ഒക്കെയായി വേറെ ചില ആളുകളും താടിക്കാരന്മാരൊക്കെ ഇവിടെ ഇറങ്ങുമ്പോൾ എത്ര കൗതുകകരമായ ഒരു പ്രക്രിയയാണ്. വളരെ നിഷ്കളങ്കമെന്നവർക്ക് തോന്നുന്ന നമുക്കെല്ലാം തോന്നിക്കുന്ന നിലയിലേക്ക് തുടങ്ങി ഇത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അറിയുക, മഞ്ഞച്ചേര കാണാൻ നല്ല ഭംഗിയുള്ളൊരു ജീവിയാണ്. മഞ്ഞച്ചേരയെ പോലെ മനോഹരമായിട്ടുള്ള ഒരു ഉരകം ഈ ലോകത്ത് വേറെ ഇല്ല. അത് വെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങുക എന്നത്, അതിൻ്റെ വേഗതയിലുള്ള അതിൻ്റെ പാച്ചിൽ എന്നുള്ളത് അതൊക്കെ വളരെ മനോഹരമാണ്. കൃഷിക്കാരനെ സംബന്ധിച്ച് ഒരു മഞ്ഞച്ചേര പറമ്പിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവിടെ ഈ കൃഷിക്ക് നാശമുണ്ടാക്കുന്ന മറ്റു പല ജീവികളെയും അത് ആഹരിച്ച് അത് നിർത്തുകൊള്ളും. പക്ഷെ അറിയേണ്ട കാര്യം, മഞ്ഞച്ചേരയും ചേനത്തണ്ടനും ഒരുപോലെ ഇരിക്കും. മഞ്ഞച്ചേരയും ചേനത്തണ്ടനും ഒരുപോലെയാണ് ഇരിക്കുന്നത്. മഞ്ഞച്ചേര കടിച്ചാൽ അത് വിഷമുള്ളതല്ല, പക്ഷെ ചേനത്തണ്ടൻ കടിച്ചാൽ അത് ജീവൻ ഏറ്റവും അപകടകാരിയായതാണ്. മഞ്ഞച്ചേരയാണെന്ന് വിചാരിച്ചിട്ട് ചേനത്തണ്ടനെ പറമ്പിലും വീട്ടിലും വിഹരിക്കാനായി വിടുകയാണെങ്കിൽ അതിനേക്കാൾ അപകടകരമായി മറ്റൊന്ന്. രണ്ടും ഒരുപോലെയാണ് ചൂണ്ടിരിക്കുന്നത്. ഇവിടെ ഇതാണ് നമ്മൾ അറിയുന്നത്. ഇവിടെ നാം നേടിയിട്ടുള്ള നേട്ടങ്ങളെല്ലാം തട്ടിപ്പറിക്കാനും നാം മുന്നോട്ട് പോകാതെ ഇരിക്കാനും നമ്മുടെ ഇരുട്ടിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകാനും നമ്മുടെ സമൂഹത്തിൽ നാം നേടിയിട്ടുള്ള എല്ലാ പുരോഗതികളെയും നശിപ്പിക്കാനും പല ആളുകളും. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരാണ്, നിങ്ങളുടെ ചങ്ങാതിമാർ പലരും ഉത്തരേന്ത്യയിലെ പല ആഘോഷങ്ങളും നമ്മുടെ മേലേക്ക് കെട്ടിവെക്കാൻ എന്തൊരു വെപ്രാളമാണ് ഉത്തരേന്ത്യയിലെ ആഘോഷം നമ്മുടെ മേലെ കെട്ടിവെക്കാൻ. ഇന്ത്യയുടെ പാർലമെന്റിന് ഓണത്തിന് 2 ദിവസം അവധി കൊടുക്കാൻ
പോലും വൈമുഖ്യമുള്ള ആളുകളാണ് അവരുടെ നാട്ടിലെ ആഘോഷങ്ങൾ തെക്കേ ഇന്ത്യയിലേക്ക്, തമിഴ്നാട്ടിലേക്ക്, കർണാടകത്തിലേക്ക്, ആന്ധ്രാപ്രദേശിലേക്ക്, തെലങ്കാനയിലേക്ക്, പുതുച്ചേരിയിലേക്ക്, കേരളത്തിലേക്കെല്ലാം കെട്ടി ഇറക്കാനാണ് ഇത്ര വെപ്രാളം പിടിക്കുന്നത്. അങ്ങനെയുണ്ട്. ഇന്ത്യയുടെ പാർലമെന്റ് സമ്മേളനത്തിന് പോലും ക്രിസ്മസിന് 2 ദിവസത്തെയോ 3 ദിവസത്തെയോ അവധി കൊടുക്കാൻ, ഒരു ക്രിസ്മസ് ഈവനും ക്രിസ്മസിനും അത്തരത്തിൽ 2-3 ദിവസം അവധി കൊടുക്കാൻ പോലും സമ്മേളനം. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന് മുഴുവൻ അവധിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. ലോകത്ത് മെയ് ദിനത്തിന് ആദ്യമായി അത്തരത്തിലുള്ള ഈ പറയുന്ന ഇന്ത്യയിൽ ആദ്യമായി അവധി കൊടുത്തത് കേരളത്തിലെ EMSന്റെ ഗവൺമെന്റാണ് കേട്ടോ, ആദ്യമായിട്ട്. ഇന്നും നിങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ പണി ചെയ്യുന്ന നിങ്ങൾക്കുള്ളവർക്ക് ലോകത്തിലെ തൊഴിലാളി പ്രക്ഷോഭത്തിന്റെ എപ്പോഴും ആവേശമായി മാറിയിട്ടുള്ള ലോക തൊഴിലാളി ദിനത്തിന് അവധിയില്ലല്ലോ. നിങ്ങളുടെ ചങ്ങാതിമാര് മറ്റു സംസ്ഥാനങ്ങളിൽ തൊഴിലാളിയാണ്. അവർ പറയാണ് അഭിമാനത്തോടെ പറയാ ഏത് അങ്ങ് തൊഴിലാളിയാണ്. പക്ഷെ തൊഴിലാളി വർഗത്തിന്റെ സാർവദേശീയ ഐക്യദാർഢ്യത്തിന് അത്തരത്തിൽ ഇന്നും പ്രചോദനമായിട്ടുള്ള മെയ് ദിനത്തിന് ഇന്ത്യ ഗവൺമെന്റ് അവധി പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. ഇന്ന് ഇന്ത്യയിൽ അധികാരത്തുള്ള ആ പാർട്ടി അധികാരത്തുള്ള സംസ്ഥാനങ്ങളിൽ അവരവധി പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. നമ്മളിവിടെ മെയ് 2-നാണ് വോട്ട് എണ്ണൽ. ആ മെയ് ദിനത്തിൻ്റെതായിട്ടുള്ള നമ്മുടെ ഇത്തവണത്തെ മെയ് ദിന ആഘോഷങ്ങൾ കഴിഞ്ഞ് അടുത്ത ദിവസം നാം രേഖപ്പെടുത്തി വരുമ്പോൾ ഇവിടെ നേരത്തെ അശോകൻ പറഞ്ഞതുപോലെ നമുക്കൊരു ചരിത്ര വിജയം നേടാനായി കഴിയും. ക്യാപ്റ്റൻ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആരവങ്ങൾ ഗാലറികളിൽ ഉയരുന്നത് അവിടെ ക്രീസിൽ നിന്ന് സെഞ്ചുറിക്കപ്പുറമായ എണ്ണം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഇന്ന് LDFനുള്ള MLA-മാരുടെ എണ്ണം എന്നത് 100-നപ്പുറത്തേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തും ഉണ്ടാവേണ്ടത്. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമുക്ക് കഴിയില്ല. പുറത്തെവിടെയെങ്കിലുമാണ് നമ്മുടെ ചങ്ങാതിമാരെ, ബന്ധുമിത്രാദികൾ അവർ വരണം, അവരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കണം. അവർ വോട്ട് ചെയ്താലേ വോട്ടാവും. പ്രായമായവരുടേതായിട്ടുള്ള വോട്ട്, പോസ്റ്റൽ ബാലറ്റ്, മറ്റു കാര്യങ്ങളുണ്ട്. കോവിഡ് രോഗിയുടെ വോട്ട്, ആ വോട്ട് രേഖപ്പെടുത്തണം. നമുക്ക് കിട്ടുന്ന വോട്ട് ആ വോട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ചിലപ്പോ ആ അമ്മൂമ്മ പറയും, മക്കളെ ഇതിന്റെ അവസാനത്തെ വോട്ടാണ് എന്ന്. ആ അമ്മൂമ്മയോട് നമുക്ക് പറയാനുള്ളത്, അമ്മൂമ്മ ഇത് കേരളമാണ്, കേരളത്തിൽ അങ്ങനെ ഇങ്ങനെ ഒന്നും വന്ന് കാലന് വിളയാടാൻ പറ്റില്ല അമ്മൂമ്മ. അമ്മൂമ്മ ഇനി വോട്ട് ചെയ്യും എന്ന് തന്നെ പറയുന്ന നിലയിലേക്ക് നമുക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിയണം. ഞാൻ ചുരുക്കണതിന് മുമ്പ് ഒരു കാര്യം, ഇപ്പൊ ഇവിടെ ഈ ആന്റണി രാജുവാണ് നമ്മുടെ സ്ഥാനാർത്ഥി. LDF 26 വാർഡുകളിൽ 16 വാർഡുകളിൽ LDF ആണ് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ, ഈ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ LDF-ന് കിട്ടിയതായ വോട്ട് എന്നത് 41,000-ത്തിനടുത്താണ്. തൊട്ടടുത്ത് UDF-ന് കിട്ടിയത് 24,000 വോട്ടാണ്. BJP-ക്ക് കിട്ടിയത് 25,000-ത്തിന് ലേശം മീതിയാണ്. നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന എതിർകക്ഷികളുമായി നമ്മൾ 15,000-ത്തിലധികം വോട്ടിന്റെ വ്യത്യാസമുണ്ട്. ആ വോട്ട് ഇത്തവണ നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം. നമുക്ക് അന്ന് ചെയ്യാൻ കഴിയാതെ പോയ വോട്ടുകളടക്കം നമുക്ക് ലഭ്യമാക്കണം. ഈ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത, അനിരുദ്ധൻ മുമ്പ് ജയിച്ച മണ്ഡലമാണ്. തിരുവനന്തപുരം ഈസ്റ്റിലെ ഉപതെരഞ്ഞെടുപ്പിൽ അനിരുദ്ധൻ ആദ്യം ജയിച്ചതാണ് ഈ മണ്ഡലത്തിൽ. ഈ മണ്ഡലത്തിൽ എന്നാൽ ചുറ്റിക്കാരിപ്പോൾ നക്ഷത്രം മലയാളത്തിലല്ലാതെ LDF-ന്റെ സ്ഥാനാർത്ഥി ജയിച്ചതാണ്. ഓർമ്മയുണ്ടല്ലോ, ശങ്കരനാരായണ പിള്ളെ, അഡ്വക്കേറ്റ് K. ശങ്കരനാരായണ പിള്ളെ, കോൺഗ്രസ് എസിന്റെ നേതാവ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന നെടുമെടുത്ത്. ഇവിടെ നിന്ന് വിജയിച്ച അദ്ദേഹം കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് മന്ത്രിയായി ഈ മണ്ഡലത്തിലാണ് ജയിച്ചത്. അടയാളമല്ല വിഷയം. ശിവൻകുട്ടി ഇവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചതാണ്. അടയാളമല്ല വിഷയം. അടയാളത്തിന്റെ പറഞ്ഞാൽ ഇനി വേണമെങ്കിൽ കോൺഗ്രസ്സുകാർ ഹൈക്കോടതിയിൽ പോയിട്ട് വേണമെങ്കിൽ അടുത്തൊരു ഹർജി കൊടുക്കും. യുവർ ഓണർ മേ ബി കൈൻഡ് ഇനഫ് ടു പ്ലീസ്, യുവർ ഓണർ മേ കൈൻഡ്ലി പ്ലീസ് deliver a judgment that auto rickshaws may be banned from using on the people, it may be banned from the Thiruvananthapuram constituency till the declaration of the results. മനസ്സിലായില്ലേ? ഓട്ടോറിക്ഷ ചിഹ്നം ആന്റണി രാജുവിൻ്റെതായതുകൊണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം കഴിയുന്നത് ഒരു ഓട്ടോറിക്ഷ ഓടാൻ പാടില്ല എന്ന് പൊൻമുളയില്ല. അതുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവില്ല. അന്നം മുടക്കിയത് അങ്ങനെ ആവശ്യമില്ല. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് അത് ഈ ഇവിടെ LDF-ഉം UDF-ഉം തമ്മിലുള്ള അത്തരത്തിലുള്ള മത്സരം, ആ മത്സരത്തിൽ വോട്ട് കച്ചവടത്തിൽ കൂടി ജയിക്കാൻ കഴിയുമോ എന്ന് LDF-ഉം UDF-ഉം എന്നുള്ള മത്സരത്തെ മാറ്റിക്കൊണ്ട് UDF-ന്റെ വോട്ട് BJP-ക്ക് മറിച്ച്, BJP-യുടെ വോട്ട് UDF-ന് മറിച്ച് അത്തരത്തിൽ ചെയ്യാൻ കഴിയുമോ എന്ന് തലശ്ശേരിയിൽ ഞാൻ ഈ പറഞ്ഞ ഗുരുവായൂരില് ദേവികുളത്തില്ലേ മൂന്നാമത്, നമ്മുടെ മുന്നിൽ ഇതെല്ലാം ഉണ്ട്. പഴയ വടകര ബേപ്പൂർ മുതൽ ഇവിടെ വരെ എത്തിയിട്ടുള്ളത് വെച്ചുകൊണ്ട് നമ്മളത് അറിയുക. ഇവിടെ ഒരു ബദലുണ്ട് എന്നതാണ് നാം പറയുന്നത്.
നവലിബറൽ സാമ്പത്തിക നയങ്ങൾക്കെതിരായ ഒരു ബദലുണ്ട്. ജനങ്ങളുടെ ഇടപെടലോടുകൂടി ജനകീയാസൂത്രണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ബദലുണ്ട്. ആ ബദൽ ലോകത്തിന് മുമ്പിൽ കാട്ടിക്കൊടുക്കാൻ നമ്മൾ മത്സരിക്കുന്നത് യുപിയോടോ ബീഹാറിനോടോ മധ്യപ്രദേശിനോടോ ഒന്നുമല്ല. നമ്മൾ മത്സരിക്കുന്നത് ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളോടാണ്. അല്ല, നമ്മൾ ഇവരോടല്ല മത്സരിക്കാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഈ കേരളത്തിലെ 5 കൊല്ലക്കാലത്തെ ഞാനിപ്പോൾ നിർത്തും, 1/2 മിനിറ്റ് കൂടി എടുക്കുന്നു. നിങ്ങളിൽ കുറേ ആളുകൾ ആരാധന നടത്തുന്നവരാണ്, ചിലരെങ്കിലും യോഗ വിദ്യ അഭ്യസിക്കുന്നവരാണ്, സൂര്യ നമസ്കാരം വരെ നടത്തുന്നവരാണ്. നന്നായിരിക്കും. അപ്പോൾ ആ സൂര്യ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചൊല്ലുന്ന ശ്ലോകങ്ങളിൽ നിന്ന് ഒരെണ്ണത്തിന്റെ മലയാള പരിഭാഷ ഏതാണ്ട് ഇതുപോലെയാണ്. സംസ്കൃതത്തിലെ ആ ശ്ലോകത്തിന്റെ ഏതാണ്ട് മലയാള പരിഭാഷ അറിയില്ലല്ലോ. ഹേ സൂര്യ ഭഗവാൻ, നിന്റെ കിരണങ്ങളിൽ നിന്ന് ഊർജം ആവാഹിക്കാത്തതായി അണ്ടകടാഹത്തിലോ ഈ ഭൂമിയിലോ ഏത് ചരാചരങ്ങളാണ് ഈ ബാക്കിയുള്ളത്? മനസ്സിലായി? കേരളത്തിലെ LDF ഗവൺമെന്റിൻ്റെതായിട്ടുള്ള സാന്ത്വന സ്പർശവും ആശ്വാസ നടപടികളും ആ കരുതലും ജാഗ്രതയും വികസന പ്രവർത്തനങ്ങളുടേതായിട്ടുള്ള ഒരു കണികയെങ്കിലും അത്തരത്തിൽ ഏറ്റുവാങ്ങാത്തതായിട്ടുള്ള ഏത് കുടുംബമാണ് കേരളത്തിൽ എന്നുള്ളതെന്നുള്ളത്. നമ്മുടെ വായുവിനെ ആരാധിക്കുകയും മന്നമാരുതനെ കുളിർകാറ്റിനെല്ലാം നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ പ്രാണവായു മണ്ണിര മുതൽ മനുഷ്യൻ വരെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും മണ്ണിര മുതൽ മനുഷ്യൻ വരെ എന്തായാലും പ്രാണവായു വേണം. ആ പ്രാണവായു നമുക്ക് നൽകുന്ന ജീവനും ഓജസ്സും പോലെ ഈ കേരളത്തിലെ പിണറായിയുടെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റ്, ഞാൻ എല്ലാ മന്ത്രിമാരുടെയും പേരെടുത്തൊന്നും പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ പേര് ആയതുകൊണ്ട് നമ്മൾ ആ സർക്കാർ അങ്ങനെ പറയുന്നു എന്ന് തന്നെ കരുതിയാൽ പിണറായി ഗവൺമെന്റ് LDF ഗവൺമെന്റ് കഴിഞ്ഞ 5 കൊല്ലക്കാലം അത് നമുക്ക് നൽകിയിട്ടുള്ള ആ ആശ്വാസം, സാന്ത്വനം, നമുക്ക് നൽകിയ കരുതൽ, നമ്മളിൽ അർപ്പിച്ചതായ വിശ്വാസം, നമ്മളെ നിലനിർത്തിയത്, മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, ഇതെല്ലാം ഏറ്റവും വലിയ വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ടാണ്. പിന്നെ ഏത് കുടുംബത്തിനാണ് അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആശ്വാസ നടപടികൾ ലഭ്യമല്ലാത്തത്? നമുക്കെതിരായി പലപ്പോഴും നിങ്ങളോടൊപ്പം പണിയെടുക്കുന്ന ചില ആളുകൾ ഉള്ളൊരു വിഷയം എന്താന്ന് പറഞ്ഞാൽ, ഗവൺമെന്റിന് കൊള്ളാം എങ്കിലൊന്നും വേണ്ട. ആപത്തിൽ ആരായിരുന്നു നല്ല സമരിയാക്കാർ? നാം മുങ്ങിത്താഴ്ന്ന ചത്തുപോകും എന്ന നിലയിലേക്ക് ഊളിയിട്ട് പോകുമ്പോഴും ഒരു കൈ നമ്മളെ പിടിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക്, ജീവനിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുവന്നുവെങ്കിൽ അത് എങ്ങനെയാണ് നടക്കുക? നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മളോടൊപ്പം പണിയെടുക്കുന്നവരോട് നമ്മൾ ആ രാഷ്ട്രീയം പറയുക തന്നെ വേണം. എന്തുകൊണ്ട് ഇങ്ങനെ? എന്തുകൊണ്ട് കേരളം? ഇനി എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? നാമാണ് നമ്മുടെ വഴികൾ വെട്ടിത്തെളിക്കുന്നത്. ഇതിന് ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഭരണ തുടർച്ച ഉണ്ടാവുക തന്നെ വേണം. അത് അനിവാര്യമാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ അവരെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ കൺവെൻഷൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളും. എല്ലാ വീടുകളിലും നമ്മുടെ രാഷ്ട്രീയ സന്ദേശം എത്താനായി കഴിയും. രാഷ്ട്രീയത്തിന് പകരമായി രാഷ്ട്രീയവാദം പറഞ്ഞു, ഭക്ഷണത്തിന് പകരമായി പ്രസംഗമാവില്ല. ഭക്ഷണത്തിന് പകരം ഭക്ഷണമേ ആകുന്നു. പ്രാണവായുവിന് പകരം പ്രാണവായുവേ ആകുന്നു. കുടിവെള്ളത്തിന് പകരം കുടിവെള്ളമേ ആകുന്നു. ഒരു രോഗി ചികിത്സയ്ക്ക് പകരം ചികിത്സയേ ആകുന്നുള്ളൂ, മറ്റൊന്നും ആവുന്നില്ല തന്നെ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ തീരുമാനങ്ങൾക്ക് പകരം രാഷ്ട്രീയമായ തീരുമാനങ്ങളല്ലാതെ മറ്റൊന്നും തന്നെയില്ല. അതിനാണ് ഏറ്റവും ഊർജ്ജസ്വലതയോടെ കേരളം ഈ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വിജയം അഭിമാനകരമായ വിജയമാണ്. ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ ഭരണ തുടർച്ച വീണ്ടും കൂടുതൽ ഭൂരിപക്ഷത്തോടെ മുമ്പ് നമുക്ക് ലഭ്യമാകുമായിരുന്നതാണ്. ഒരു പക്ഷേ 87-91 നായനാരുടെ ഗവൺമെന്റ് അത്തരത്തിലൊരു ഭരണ തുടർച്ചയിലേക്ക് പോകുമായിരുന്നതാണ്. ജില്ലാ കൗൺസിലിന്റെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആ വിധത്തിൽ വിജയിച്ചതാണ്. ശ്രീപെരുമ്പതൂരിൽ വെച്ച് രാജീവ് ഗാന്ധിയുടെ ദാരുണമായ വധം ഉണ്ടായിരുന്നില്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം മതിയാക്കി എല്ലാവരും വീട്ടിൽ പോയി അന്ന് രാത്രി കേൾക്കുമ്പോൾ ഞെട്ടിക്കുന്ന വാർത്ത എന്നത് ഛിന്ന ഭിന്നമായ ശരീരങ്ങൾക്കിടയിൽ നിന്നൊരു ക്യാൻവാഷോ ഒരു കാലിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്നത് കണ്ടുകൊണ്ടാണ്. അതിൽ നിന്നാണ് അറിയുന്നത് ഇന്ന ആളുടേതാണ് ആ ശരീരം എന്നുള്ളത്. പക്ഷെ കോൺഗ്രസ് എപ്പോഴും പാഠം പഠിച്ചിട്ടില്ല. അതിന് മുമ്പ് പാഠം പഠിക്കേണ്ടത് പഠിച്ചിരുന്നില്ല. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ, അതിന് മുമ്പ് എങ്ങനെയാണ് ഒരു കള്ളസന്യാസിയെ വളർത്തിക്കൊണ്ടുവന്നത്, വിശ്വാസത്തെ വെടിമരുന്നാക്കി മാറ്റി കോൺഗ്രസ്. സുവർണക്ഷേത്രം ആയുധപ്പുരയാക്കി മാറ്റി ഇന്ദ്രന്മാല.
കള്ളസന്യാസിയെ രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചു കോൺഗ്രസ്. അനിവാര്യമായ ദുരന്തമാണ് പിന്നീട് സംഭവിച്ചത്. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ദാരുണമായ വധത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ഒരു കാരണവശാലും വർഗീയതയുമായി സന്ധി ചെയ്യാൻ LDF തയ്യാറല്ല. രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും മതനിരപേക്ഷത സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് അനിവാര്യമായ കാര്യമാണ്. ഭരണഘടന അട്ടിമറിക്കാനാണ് BJP. ഭരണഘടനാ സ്ഥാപനങ്ങളെ തന്നെ അവർ അട്ടിമറിക്കാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണ് MLA-മാരെ തെരഞ്ഞെടുക്കുന്നത് നമ്മളാണ്. MLA-മാർ തെരഞ്ഞെടുക്കേണ്ടതാണ് രാജ്യസഭയിലെ MP-മാരെ. കേരളത്തിൽ നിലവിലുള്ള നിയമസഭയിൽ അത്തരത്തിൽ നിന്ന് ആ MLA-മാർ തെരഞ്ഞെടുക്കേണ്ടത് രാജ്യസഭാ MP-മാർ 3 പേര് തെരഞ്ഞെടുത്താൽ ആ 3 പേരിൽ നിലവിലുള്ള MLA-മാരിൽ നിന്ന് തെരഞ്ഞെടുക്കുമ്പോൾ 2 പേര് CPIM-ന്റെ LDF-ന്റെ പ്രതിനിധികളാണ് ജയിക്കുക എന്നുള്ളത് കൊണ്ട് അങ്ങനെ രാജ്യസഭയിൽ അങ്ങനെ CPIM-ന്റെ ഇടതുപക്ഷത്തിന്റെ അംഗസംഖ്യ കുറയ്ക്കാനായി ഈ തെരഞ്ഞെടുപ്പ് തന്നെ നടത്തേണ്ടതില്ല എന്നുള്ള നിലയിലേക്ക് എന്താ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്, ഞങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് ലോയിൽ നിന്നൊരു കുറിപ്പ്, ഒരു കത്ത്, ഏതെങ്കിലും ഒരു മന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മന്ത്രിയുടെ മിനിസ്ട്രിയിൽ നിന്ന് കൊടുക്കുന്ന ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനുള്ളതല്ല ഒരു ഭരണഘടനാ സ്ഥാപനം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ചെയ്തു. അതിനപ്പുറവും ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാവില്ല. ഇവിടെ കേന്ദ്ര ഏജൻസികളെ കെട്ടഴിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇലക്ഷൻ ഡ്യൂട്ടിക്കാണ് വന്നിട്ടുള്ളത് എന്ന് ഞാൻ മാത്രമല്ല പറഞ്ഞത്. ഞാൻ നേരത്തെ ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിനെ കുറിച്ച് പറഞ്ഞു. 12-ാം തീയതി മാർച്ച് മാസം ചെന്നൈയിൽ പ്രൊഫസർ KV തോമസ്, നിങ്ങൾ യൂട്യൂബിൽ കയറിയാൽ യൂട്യൂബിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു പരിപാടി നിങ്ങൾക്ക് കിട്ടും. അദ്ദേഹം ആ സെഷനിൽ 23-ാമത്തെ മിനിറ്റ് കഴിയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ദി സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസ് ഹാവ് ബീൻ അൺലീഷ്ഡ്. അദ്ദേഹം പറയുക എന്ന് വെച്ചാൽ വേട്ടനായ്ക്കളെ കെട്ടഴിച്ചു വിടുന്നത്, അതിനെപ്പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദ്ദേഹം അത് ഇംഗ്ലീഷിൽ പറഞ്ഞതിന്റെ മലയാള പരിഭാഷ കേരളം ഉൾപ്പെടെ അദ്ദേഹം പറയുന്നത്, ഇൻക്ലൂഡിംഗ് കേരള എന്ന് പ്രൊഫസർ KV തോമസ് KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. അദ്ദേഹം തന്നെ പറയുകയാണ് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സീതാറാം യെച്ചൂരി അടുത്തിടെ നമ്മുടെ ചില പൊതുയോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് സീതാറാം യെച്ചൂരി പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ ഒന്ന് ഈ പണം കൊടുത്ത് വോട്ട് വിലയ്ക്ക് വാങ്ങുക എന്നത് BJP. ജനങ്ങൾ തെരഞ്ഞെടുത്ത MLA-മാരെ പണം കൊടുത്ത് വിലക്കെടുക്കുക. അതാണ് കർണാടകത്തിൽ കണ്ടത്, മധ്യപ്രദേശിൽ കണ്ടത്, ഗവൺമെന്റിനെ തന്നെ വെട്ടിമറിച്ചല്ലോ. BJP-ക്കെതിരായി ജനങ്ങൾ വിജയിച്ചതാണ് ഗോവയിൽ. എന്നാൽ അർദ്ധരാത്രിയോടുകൂടി എന്താണ് നടന്നത്? ഓപ്പറേഷൻ മിഡ്നൈറ്റിന് ശേഷം പിന്നീട് കോൺഗ്രസിന് ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. BJP-യുടെ ഗവൺമെന്റ് അരുണാചൽ പ്രദേശിൽ ഒരു അതിർത്തി സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശിൽ. അവിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കുമ്പോൾ രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ തന്റെ കൂടെ ഉണ്ടായിരുന്ന MLA-മാരെല്ലാം അപ്രത്യക്ഷരായി. സൂര്യോദയം കഴിയുമ്പോഴേക്കും സംഭവിച്ചത് ആ ഗവൺമെന്റ് തന്നെ നിലംപതിച്ചു. മുഖ്യമന്ത്രി ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടുണ്ടായി അവിടെ. അതുപോലെ ഒരു 2 MLA-മാരുമായി BJP വന്ന മണിപ്പൂർ സംസ്ഥാനത്ത് അവരെങ്ങനെയാണ് അവർ അട്ടിമറിച്ച് ഗവൺമെന്റ് ഉണ്ടാക്കിയത്? പുതുച്ചേരി ഒരു MLA പോലും ഇല്ല എങ്കിലും അവിടെ കച്ചവടം തകൃതിയായി നടത്തിയത്. ഇതൊക്കെയാണല്ലോ നടന്നത്. നടനെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ DMK-യുടെ നേതാവ് തിമുകയുടെ നേതാവ് കനിമൊഴി പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ കോൺഗ്രസിന് കൂടുതൽ സീറ്റൊന്നും കൊടുത്തിട്ടില്ല, കൊടുത്താൽ അവർ കച്ചവടം ഇവിടെ ഞങ്ങളെ കൂടുതൽ മത്സരിക്കും. അങ്ങനെ BJP-ക്ക് വിജയമായി ഇവിടെ അവർക്ക് ഈ വിധത്തിൽ കച്ചവടം നടത്താൻ ഞങ്ങൾ എന്തായാലും നിന്ന് കൊടുക്കുന്നത് അറിയാമല്ലോ. അവിടെ നേരത്തെ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് പോലും ലല്ലപ്രസാദ് യാദവ് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ അവർ പറയുന്നത് പോലെ 60 സീറ്റൊന്നും കൊടുക്കരുത്, കൊടുത്താൽ ഇത് അവസാനം വിനയാവുമെന്നുള്ളത് കൊടുത്തത് മുമ്പിലാ പറഞ്ഞത്. അതുപോലെ ശരിയായി അനുഭവത്തിൽ വിനയായി. അല്ലായിരുന്നെങ്കിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ചിത്രം മറ്റൊന്നാവില്ലായിരുന്നോ? തേജസ്വി യാദവോട് മുഖ്യമന്ത്രിയാവില്ലായിരുന്നു. എന്താണ് വാസ്തവത്തിൽ കോൺഗ്രസിന് സംഭവിച്ചത്? സ്വയം വിൽപ്പന ചരക്കായി മാറി എന്നുള്ളതാണ്. നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അവർ പല ആളുകളും ഒന്നിന് വിലയ്ക്ക് സ്വയം സമർപ്പിച്ചത്, അല്ലെങ്കിൽ വിലയ്ക്ക് സമർപ്പിക്കാനായി തയ്യാറെടുത്ത് കുട്ടിയും പണം കണ്ടുകൊടുത്ത് നിൽക്കുന്നവരുമാണ്. ഇവിടെ ഇന്ത്യയുടെ ഭരണഘടനാ സത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഫെഡറൽ സംവിധാനങ്ങളുടെ സത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, മതനിരപേക്ഷത സംരക്ഷിച്ചുകൊണ്ട്, ഒരു ബൃഹത് സാമ്പത്തിക നയം നടപ്പാക്കുന്നതിന് ജനങ്ങളുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അത്തരത്തിലൊരു ഗവൺമെന്റ് കേരളത്തിൽ കൊണ്ടുവരുന്നതാണ്. ഇവിടെ LDF ഗവൺമെന്റ് പിണറായിയുടെ സർക്കാർ ജനങ്ങളെ ഭരിക്കുകയല്ല, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുകയാണ്. ആ അനുഭവമാണ് നമ്മൾ ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഞാൻ ഈ കൺവെൻഷൻ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ രാഷ്ട്രീയമായി കൃത്യമായ നിങ്ങൾ വീടുകളിൽ ചർച്ച ചെയ്യുകയും നമ്മുടെ അയൽവക്കക്കാരും ബന്ധുമിത്രാദികളോടും ചർച്ച ചെയ്യുകയും തന്നെ വേണം. ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷവും വോട്ടിന്റെ എണ്ണവും വോട്ടിന്റെ ശതമാനവും MLA-മാരുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ കഴിയും. നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാർ ചരിത്രം സൃഷ്ടിച്ചവരാണ്. ഐക്യ കേരള സംസ്ഥാനത്ത് ആദ്യമായി അധികാരത്തിൽ EMS-ന്റെ ഗവൺമെന്റിനെ അത്തരത്തിൽ വോട്ടെടുപ്പിൽ കൂടി അധികാരത്തിൽ
രൂപപ്പെടുത്തുമ്പോഴും തിരിച്ചുവിടുമ്പോൾ പോലെ ആ ഗവൺമെന്റിന് ഭൂരിപക്ഷമുണ്ട് ഓൺ ദ ഫ്ലോർ ഓഫ് ദ ഹൗസ്. ചരിത്രം സൃഷ്ടിച്ചവരാണ്. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമാണ്. ചരിത്രം സൃഷ്ടിച്ചവരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിത ആയുസ്സുള്ള ഒരു സംസ്ഥാനം. ചരിത്രം സൃഷ്ടിച്ചവരാണ്. ഉത്തരേന്ത്യയിൽ പെൺഭ്രൂണഹത്യ വ്യാപകമായപ്പോൾ ആ പെൺകുട്ടികൾ അവിടെ മുദ്രാവാക്യം മാത്രമേ ഉള്ളൂ. എന്ത് ബേട്ടി ബച്ചാവോ ബാഹോ ജാവോ. ഇവിടെ അവർ പഠിപ്പിക്കാനൊന്നും വരില്ല. നമ്മുടെ പെൺകുട്ടികൾ അങ്ങോട്ട് പഠിപ്പിച്ചോളൂ. ഈ മാതൃക നാം സൃഷ്ടിച്ചവരാണ്. COVID-19 പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ശേഖരിപ്പിച്ചവരുടെ നേതൃത്വത്തിൽ നാം നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളെന്നുള്ളത് അത് വാസ്തവത്തിൽ ആ മാതൃക ലോകത്തിന് നമ്മളെ സൃഷ്ടിച്ചതാണ്. ഇവിടെ അത്ഭുതങ്ങൾ എന്നുള്ളത് ആകാശത്തിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്നതല്ല. അത്ഭുതങ്ങൾ നമ്മുടെ എല്ലാം ഐക്യത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നാം സൃഷ്ടിക്കുന്നതാണ്. ആ അത്ഭുതകരമായിട്ടുള്ള ചരിത്രം സൃഷ്ടിക്കാൻ നമുക്ക് അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. നന്ദി.